പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സപാതു നഃ. 10ാമത്തെ അധ്യായമായ വിഭൂതിയോഗം, അതാണ് നമ്മളിപ്പോ പറഞ്ഞു വരുന്നത്. ഇതിന് ഭഗവാൻ തന്നെ മറ്റൊരു പേര് കൊടുത്തു, അവികമ്പയോഗം. ചലനമില്ലാത്ത യോഗം. യോഗോ ഹി പ്രഭവാപ്യയോ. യോഗസ്ഥിതികളൊന്നും നിലച്ചു നിൽക്കില്ല എന്നാണ് ഉപനിഷത്ത് പറയണത്. ഒക്കെ വന്നു വന്നു പോകുന്നു. അപ്പൊ നിത്യമായിട്ട് നിൽക്കുന്ന യോഗം എന്ന് വെച്ചാൽ അത് ജ്ഞാനമാണ്. അത് മനസ്സിന്റെ ഒരു സ്റ്റേറ്റ് അല്ല, അവസ്ഥയല്ല. മനസ്സിന്റെ ഒരു അവസ്ഥയും നിത്യമായിട്ട് നിൽക്കില്ലല്ലോ. ഈശാവാസ്യമിതം സർവം എന്ന് ഉപനിഷത്ത് പറയുമ്പോൾ ഇത് മുഴുവൻ ഈശ്വരനെ കൊണ്ട് നിറയ്ക്കണം എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈശ്വരനെ കൊണ്ട് നിറയ്ക്കണം എന്നല്ല, ഈശ്വരനാണെന്ന് അറിയണം. ഈശ്വരനല്ല എന്നൊരു ഭ്രമമുണ്ട്, അതങ്ങോട്ട് മാറ്റണം. അത്രയേ ഉള്ളൂ. ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ഈശ്വരൻ എന്ന് വേറെ എവിടെയോ ആണ്, ഇത് പ്രപഞ്ചമാണ്, ജഗത്താണെന്ന് നമ്മളുടെ ദൃഷ്ടി പറയുമ്പോൾ ഉപനിഷത്ത് വേദം പറയണു, ഈ ജഗത്ത് ഈശ്വരൻ തന്നെയാണ്. ഇതിന്റെ യഥാർത്ഥ സ്വരൂപം ഈശ്വരനാണ്. നീ ജഗത്തായിട്ട് കാണുന്നുണ്ടല്ലോ, അത് മിഥ്യ. അത് ഈശ്വരനാണ്, ഭഗവാനാണ്. അങ്ങനെ കാണാത്തതെന്റെ ദൃഷ്ടിയിലുള്ള അജ്ഞാനം. ദൃഷ്ടിം ജ്ഞാനമയം കൃത്വാ പശ്യേത് ബ്രഹ്മമയം ജഗത്. ദൃഷ്ടി ജ്ഞാനമയമാണെങ്കിൽ ജഗത്ത് ബ്രഹ്മമയം. ദൃഷ്ടിയെ എങ്ങനെ ജ്ഞാനമയമാക്കും? ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രപഞ്ചത്തിനെ കാണുന്നത് എങ്ങനെയാ ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം കണ്ണാണ്. പതുക്കെ പതുക്കെ ആരാഞ്ഞകത്തു പോകുമ്പോൾ കണ്ണല്ല ദൃഷ്ടി, മനസ്സുമല്ല ദൃഷ്ടി, ബുദ്ധിയുമല്ല ദൃഷ്ടി. അകമയ്ക്ക് സെന്ററില് ചിന്മാത്രമായിട്ടുള്ള ജ്യോതി, ബോധം, ചൈതന്യമാണ് ദൃഷ്ടി, ദർശനശക്തി, കണ്ണ്. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിന് കണ്ണായിരുന്ന പൊരുൾ, അതാണ് കണ്ണ്. താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിന. അതിനെ അകമയ്ക്ക് ധ്യാനം കൊണ്ട്, ജ്ഞാനവിചാരം കൊണ്ട് ചിന്മാത്രമായ സ്വരൂപത്തിനെ ദർശിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള ദൃഷ്ടി മാറി. ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ് എന്നുള്ളത് പോയി നമ്മളുടെ അനുഭവം കേവലമായ അസ്തിത്വം മാത്രമായി പ്രകാശിക്കണം. ഉണ്മ, ചൈതന്യമാണ് ഞാൻ, ബോധമാണ് ഞാൻ. ഈ അനുഭവം അകമയ്ക്ക് ഉണ്ടാകുമ്പോൾ അവികമ്പയോഗം. ഈ അവികമ്പയോഗത്തിനെ ഭഗവാൻ അർജുനന് വിസ്തരിച്ചു കൊടുത്തപ്പോ അർജുനൻ ഭഗവാനെ സ്തുതിച്ചും കൊണ്ട് ഭഗവാനോട് വിഭൂതി ദർശനത്തിനായിട്ട് പ്രാർത്ഥിച്ചു. അതാണ് നമ്മൾ രാവിലെ കണ്ടത്. വിസ്തരേണ ആത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയഃ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ അമൃതം. എനിക്ക് അമൃതം കേട്ട് കേട്ട് തൃപ്തി വരണില്ല എന്നാണ്. ഭൂയഃ കഥയ, വീണ്ടും പറയൂ. പിബത ഭാഗവതം രസം, അല്ലേ? പീത്വാ അമൃതം, ഭാഗവതം തന്നെ പറഞ്ഞതാണ്. ഈ അമൃതം കുടിച്ചിട്ട്
തൃപ്തി വരുന്നില്ല. സൂതന്റെ അടുത്ത് ശൗനകാദി മഹർഷികൾ ഭാഗവതത്തിൽ പറഞ്ഞു, ആപായേതി ഗോവിന്ദ പാദപദ്മാസവം മധു. സൂതജീവ സമാഹ സൗമ്യ ശാശ്വതീ വിശദം. ധാരാളം വർഷങ്ങൾ ജീവിക്കൂ സൗഖ്യമായിട്ട്. എന്താന്ന് വെച്ചാൽ ആപായേതി ഗോവിന്ദ പാദപദ്മാസവം മധു. ഭഗവാന്റെ പാദപദ്മ ആസവം, ആസവം എന്ന് വെച്ചാൽ ടോണിക്കാണല്ലോ, മധു തേൻ അമൃതം. അപ്പോ അത് കുടിച്ചിട്ട് തൃപ്തി വരണ്ടോ? തൃപ്തി വരണില്ല. ആർക്ക് തൃപ്തി വരും എന്നാണ്. ദശമസ്കന്ധത്തിൽ എന്താ ശ്ലോകം? വിനാ പശുഘ്നാത് നിവൃത്തദർശൈഃ ഉപഗീയമാനാത് ഭവൗഷധാത് ശ്രോത്രമനോഭിരാമാത് കൗത്തമശ്ലോകഗുണാനുവാദാത് പുമാൻ വിരജ്യേത വിനാ പശുഘ്നാത്. ഈ ഭഗവത് കഥ പരമഹംസധർമ്മം ആരാണിപ്പോ പാടി പാടി പറഞ്ഞുകൊണ്ട് നടക്കണതെന്ന് വെച്ചാൽ നിവൃത്തതർഷൈഹി, തൃഷ്ണയൊക്കെ ശമിച്ചുപോയി, ആഗ്രഹങ്ങളൊക്കെ ശമിച്ചുപോയി. നിരാശിഷമനാരംഭം നിർനമസ്കാരമസ്തുതിം അക്ഷീണം ക്ഷീണകർമാണം തം ദേവാഹ ബ്രാഹ്മണം വിദുഹു. ആരാണ് ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ മഹാഭാരതത്തിൽ ഒരു ലക്ഷണം പറയാണ്, നിരാശിഷം, ഒന്നിലും ആശയില്ല. നിരാശിഷം അനാരംഭം, ഒരു പുതിയ കർമ്മത്തിലും പ്രവേശിക്കണില്ല. നിരാശിഷം അനാരംഭം നിർനമസ്കാരം, ആരെയും നമസ്കരിക്കണില്ല. അസ്തുതിം, ആരെയും സ്തുതിക്കണമില്ല. നിർനമസ്കാരം അസ്തുതിം അക്ഷീണം, ക്ഷീണമേ ഇല്ല. ക്ഷീണകർമാണം, കർമ്മമൊക്കെ ക്ഷീണിച്ചു പോയി എന്നാണ്, അയാളുടെ കർമ്മമൊക്കെ തീർന്നുപോയി. അക്ഷീണം ക്ഷീണകർമാണം, നിരന്തരം ആത്മാവിൽ രമിച്ചുകൊണ്ട് ആത്മാരാമനായിട്ടിരിക്കുന്ന അവനെ ദേവാഹ ബ്രാഹ്മണം വിദുഹു, അവനെ ദേവന്മാർ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ളവര് നിവൃത്തദർശൈഹി ഉപഗീയമാനാത്, ഹൃദയത്തിൽ നിന്ന് ഗാനം ചെയ്യുന്നു. ഉപനിഷത്ത് ഗാനമാണ് ഉപഗാനം. ഉപഗീയമാനാത്, അതെന്താ ആ പാട്ട് എന്ന് വെച്ചാൽ ചിലരൊക്കെ പറയുന്നു മ്യൂസിക് തെറാപ്പി ഉണ്ടെന്നാണ്. ചില പാട്ട് പാടിക്കഴിഞ്ഞാൽ സൂക്കടൊക്കെ മാറും, അതിന് മ്യൂസിക് തെറാപ്പിയാണ്. ഭജനയൊക്കെ മ്യൂസിക് തെറാപ്പിയാണ്. ഭവൗഷധാത്, സംസാരമാകുന്ന രോഗത്തിന് ഒരു മരുന്ന്. പക്ഷെ ഈ മരുന്ന് വായിക്കൂടെ കഴിക്കേണ്ട ആവശ്യമില്ല. ശ്രോത്രമനോഭിരാമാത്, ഭട്ടതിരി നാരായണീയത്തിൽ എടുത്തിരിക്കുന്നതൊക്കെ ഭാഗവത്തിൽ നിന്നാണ്. നേത്രൈഹി ശ്രോത്രൈശ്ച പീത്വാ എന്ന് പറഞ്ഞു അല്ലേ. ശ്രോത്ര മനോഭിരാമാത്, ചെവി കൊണ്ടെടുത്ത് മനസ്സിനെ പുഷ്ടിപ്പെടുത്തി മനസ്സിലുള്ള ഭവരോഗം, അജ്ഞാനം, വിഷയതൃഷ്ണയെ നീക്കം ചെയ്യുന്ന ഈ ഒരു ദിവ്യ ഔഷധം ശ്രോത്രമനോഭിരാമാത് ക ഉത്തമശ്ലോക ഗുണാനുവാദാത്. ഉത്തമശ്ലോക ഭഗവാൻ, ഭഗവാന്റെ ഗുണാനുവാദം, ഗുണത്തിനെ വീണ്ടും വീണ്ടും പറഞ്ഞ് രസിക്കുന്ന. കഥയന്തശ്രമാം നിത്യം തുഷ്യന്തി ച രമന്തി ച കഹ വിരജ്യേത, അതിലാർക്കാ മതിയും തോന്നുകയെന്ന്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പശുഘ്ന, പശൂൻഘനന്തി, അവൻ പശുഹിംസ ചെയ്യുന്നവനാണ്. അപശുഘ്ന എന്നൊരർത്ഥം പറയും. അജ്ഞാനി, ഗോഹത്യ ചെയ്യുന്നവനാണ്, മഹാപാപങ്ങളിലൊന്നാണ്. അങ്ങനെയുള്ളവനായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഭക്തി, ഭഗവത് ഭക്തി കഥാശ്രവണത്തില് കേട്ട് കേട്ടിട്ട് തൃപ്തി വരണില്ല. അതുകൊണ്ട് വീണ്ടും പറയുവോ, പിബത ഭാഗവതം രസം ആലയം മുഹുരഹോ രസികാഹ ഭുവി ഭാവുകാഹ. അതുപോലെ ഇവിടെ അർജുനൻ പറഞ്ഞു, എനിക്ക്
വീണ്ടും പറയൂ. ഭൂയ കഥയ. അതും ഭഗവാന്റെ അടുത്ത് നിന്നാണ് കേൾക്കണത്തെ. സ്വയം വാസുദേവാത് നിസൃത. ഭഗവാനിൽ നിന്ന് തന്നെ വരുന്നതാണ് ഈ ഭഗവത്ഗീത. അതുകൊണ്ട് അർജുനൻ പറഞ്ഞു, എനിക്ക് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു തരൂ എന്ന് പറയാണ്. അപ്പൊ ഭഗവാൻ ഒരു ഹാബിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഉദ്ധവരെടുത്തും അങ്ങനെ ഹന്തതേ കഥയിഷ്യാമി എന്ന് പറഞ്ഞു ഭാഗവതത്തില്. അതേപോലെ ഇവിടെയും ഭഗവാൻ പറയാണ് ഹന്തതേ കഥയിഷ്യാമി ദിവ്യാഹി ആത്മവിഭൂതയഃ പ്രാധാന്യതഃ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യമേ. ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞു ഹന്തതേ കഥയിഷ്യാമി മമധർമാൻ സുമംഗലാൻ. ചിലർക്കൊക്കെ ചിലത് പറയുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പാടി ഹന്ത അങ്ങനെയും പറയാം. ആവൂ ഇത്ര കാലം പറഞ്ഞു, ഇനി വയ്യാണ്. ഹന്തതേ കഥയിഷ്യാമി ദിവ്യാഹി ആത്മവിഭൂതയഃ. എന്റെ തന്നെ ദിവ്യമായ ആത്മവിഭൂതികളെ ഞാനിതാ പറഞ്ഞു തരാം. അത് മൊത്തത്തിലൊന്നും പറയാൻ ഒക്കുകയില്ല. അസിത ഗിരിസമം സ്യാത് കജ്ജലം സിന്ധുപാത്രം സുരതരുവരശാഖാലേഖനീപത്രമുർവി യദി ലിഖതി ഗൃഹീത്വാ ശാരദാ സർവകാലം തഥപി തവ ഗുണാനാമീശ പാരം നയാതി. ഭഗവാന്റെ വിഭൂതികളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തീർക്കാന്ന് വെച്ചാൽ, പണ്ട് ദേവന്മാരൊക്കെ കൂടെ ഒരു യജ്ഞം ചെയ്തു അത്ര. ഒക്കെ എഴുതി നോക്കാം. അതിന് മഷി വേണമല്ലോ. മഷിക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ മലകളൊക്കെ പൊടിച്ചു എന്നാണ്. അസിത ഗിരിസമം സ്യാത് കജ്ജലം. കജ്ജലം എന്ന് വെച്ചാൽ മഷി. അത് എവിടെ കലക്ക? സിന്ധുപാത്രം. പണ്ടൊക്കെ ഈ ചുണ്ണാമ്പ് വിൽക്കാൻ വരും. ചുണ്ണാമ്പ് വിൽക്കാൻ വന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇതൊക്കെ ഇട്ടിട്ട് കലക്കും അല്ലേ? ചുണ്ണാമ്പ് അടിക്കണവരൊന്നും കാണാനേ ഇല്ല. ഹന്തതേ കഥയിഷ്യാമി. അപ്പോ അസിതഗിരിസമം സ്യാത് കജ്ജലം സിന്ധുപാത്രം. സമുദ്രമാണ് പാത്രം. അതിൽ കലക്കി മഷി ഉണ്ടാക്കി. എഴുതാൻ പെണ്ണ് വേണം. എന്താ പെണ്ണ്? സുരതരുവര ശാഖാലേഖനി. ദേവദാരു വൃക്ഷം കൊണ്ട് ഒരു പേന ഉണ്ടാക്കിയത്രേ. എന്നിട്ട് പേപ്പർ വേണം. ഏത് പേപ്പറിലാ എഴുതുക? പത്രം ഉറുവി. ഭൂമി മുഴുവൻ ഭഗവാന്റെ വൈഭവത്തിന്, ഭഗവാന്റെ മഹിമയെ എഴുതിക്കൊണ്ടേ വന്നു. പത്രമുറുവി. എഴുതുന്നതാരാ? യതി ലിഖതി ഗൃഹീത്വാ ശാരദാ. സാക്ഷാത് ശാരദാദേവി, സരസ്വതി ദേവി, ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ശാരദ തന്നെ എഴുതി. അങ്ങനെ എത്ര ദിവസം എഴുതി? സർവകാലം നിർത്താതെ എഴുതിയെന്നാണ്. അൺഇന്ററപ്റ്റഡ് സ്ക്രിബ്ലിംഗ് എഴുതിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എഴുതിയാലും തഥവി തവ ഗുണാനാമീശ പാരം നയാതി. അങ്ങനെയാണെങ്കിലും ഭഗവാന്റെ മഹിമ ഇത്ര എന്ന് നിരൂപിച്ച് നിർത്താൻ ഒക്കില്ല എന്ന്. അങ്ങനെ ഇരിക്കുമ്പോ ഭഗവാൻ തന്നെ പറയണു, ഞാൻ തന്നെ പറഞ്ഞിട്ടൊന്നും തീരില്ല അപ്പാ. ഈ വിശ്വം തന്നെ അതിന്റെ ഒരു പാദോസ്യ വിശ്വാഭൂതാനി. ഈ വിശ്വം മുഴുവനും ഒരു പാദമേ ആയുള്ളൂ എന്നാണ്. അപ്പൊ പിന്നെ എങ്ങനെ വൈഭവം മഹിമ എവിടെ പറഞ്ഞ് അവസാനിപ്പിക്കും? അതുകൊണ്ട് പ്രാധാന്യത കുരുശ്രേഷ്ഠ. അതിൽ മുഖ്യമായി പ്രധാനമായിട്ടുള്ള വൈഭവങ്ങൾ, വിഭൂതികളെ മാത്രം ഞാൻ പറയാം. നാസ്തി അന്തോ വിസ്തരസ്യന്. അത് വിസ്തരിച്ച് പറയുന്ന വെച്ചാൽ അതിന് അന്തമൊന്നുമില്ല, അതിന് എൻഡൊന്നുമില്ല. മാത്രമല്ല ഭഗവത് കഥകൾ, ഭഗവത് ഗുണങ്ങൾ കേട്ട് കേട്ട് അവസാനിക്കുകയില്ല. അതാണല്ലോ ഭാഗവതത്തിൽ വീണ്ടും വീണ്ടും വേറെ വേറെ ആളുകളുടെ ഭക്താക്കളാണ് വീണ്ടും വീണ്ടും ഭഗവത് ഗുണങ്ങൾ പറയാണ്. ഓരോരോ ഭാഗവതനെ കിട്ടുമ്പോഴും ഭഗവാനെ കുറിച്ച് പറയുന്നു.
ഹംസസ്വാഗതമാസ്യതാം പിബപയോ ബ്രൂഹ്യംഗശൗരേ കഥാം. നാളെയാണ് നമുക്ക് ഭാഗവതം അല്ലേ? ഇന്നിപ്പോ ഭാഗവതത്തിലേക്ക് പ്രവേശിച്ചു. ഭാഗവതം ഏകാദശ സ്കന്ധം 23-ാമത്തെ അധ്യായം. അപ്പോ ഇപ്പൊ തന്നെ അതിനൊരു ആമുഖം പോലെ. അപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു, എനിക്ക് തന്നെ വിസ്തരിച്ച് പറയാനൊക്കില്ല. ഭാഗവതനെ വിളിച്ച് പറയാണ്, പിബപയാഹ, ഇത്തിരി പാല് കുടിക്കൂ. തമാശയായിട്ടത് രസമായിട്ട് നമ്മൾ പറയും, ഞങ്ങൾക്കൊക്കെ ഉള്ള അനുഭവമാണ്. എവിടെയെങ്കിലും ഭാഗവതത്തിന് പ്രഭാഷണത്തിന് പോയാല് ഭക്തന്മാർക്കിത് ഞങ്ങളുടെ വീട്ടില് നിങ്ങളുടെ കാല് ഒന്ന് പടണം, പാദസ്പർശം ഒന്ന് ഏൽക്കണം എന്നൊക്കെ പറയും. ഇതൊക്കെ വിശ്വസിച്ച് നമുക്ക് സമയമില്ല വയ്യാന്നൊന്നും പറഞ്ഞാൽ അവർ കേൾക്കില്ല. ഒരു 2 മിനിറ്റ് എന്ന് പറയും. ശരി, 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയാൽ ഒരു ചെയറൊക്കെ ഇട്ട് ഒരു തുണിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. 1 മിനിറ്റ് ഇരുന്നാൽ മതി എന്ന് പറയും. ഒന്ന് ഇരുന്നിട്ട് പോകുന്നു. ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ പാല് ഒക്കെ വെച്ചിട്ട് ഒരു 10 പേര് മുമ്പിൽ ചമ്മരം പിടിഞ്ഞിരിക്കും. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു 1 മിനിറ്റ് പറഞ്ഞു. അവർക്ക് പിന്നെ നമ്മളുടെ വീക്ക്നെസ് അറിയാൻ തുടങ്ങിയാൽ നിർത്താൻ അറിയില്ല. അതാണ് ഹംസസ്വാഗതം ആസ്യതാം. വരൂ, പിബപയഃ ബ്രൂഹ്യംഗശൗരേ കഥാം. അങ്ങനെ ഭഗവാൻ പറയണു, എനിക്ക് തന്നെ നിർത്താൻ പറ്റില്ല എന്നാണ്. എനിക്ക് തന്നെ ഇപ്പൊ നിർത്താൻ അറിയില്ല. നമുക്ക് തിരുവണ്ണാമലയിലെ ഭഗവാന്റെ ഭക്തന്മാരിൽ ഇപ്പോൾ ഉള്ള ആന്ധ്രയിലുള്ള ഒരു മഹാത്മാവുണ്ട്. ധാരാളം ഗ്രാമങ്ങളായി സൈക്കിളിൽ പോയി രമണ മഹർഷിയെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു ഭക്തനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പൊ പറയണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു അത്രേ, മുമ്പ് 2 മണിക്കൂർ പ്രഭാഷണം ചെയ്യും. അപ്പൊ വയസ്സായി കഴിഞ്ഞപ്പോ അരമണിക്കൂറിന് മേലെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം 5 മണിക്കൂർ പറയാത്ര. ഇത് പറഞ്ഞതിന് ശേഷം നിർത്താൻ വയ്യ. അദ്ദേഹം പറയാം, നിങ്ങൾ എണീറ്റ് പോയാലും പോയിക്കോളൂ, ഈ ചുമര് മാത്രം ഉണ്ടെങ്കിലും മതി, എനിക്ക് നിർത്താൻ വയ്യാന്ന്. പ്രാക്ടീസാണോ ഹാബിറ്റാണോ എന്താണോ, ഭഗവാന് തന്നെ ഈ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവാൻ പറഞ്ഞേ എനിക്ക് നിർത്താൻ വയ്യാതാണ്. അർജുന, അതുകൊണ്ട് അത് കുറച്ച് ഞാൻ പറയാൻ കേട്ടോളാ എന്ന് പറഞ്ഞു. വിഭൂതി എന്ന് വെച്ചാൽ വിശേഷ സാന്നിധ്യമുള്ളത് എന്നർത്ഥം. ഭഗവാന്റെ വിശിഷ്ട അനുഭവം എവിടെ കിട്ടുമോ അത്. ആ അനുഭവത്തിന് അധ്യാത്മ സാധകന്മാരൊക്കെ അന്വേഷിക്കുന്നത് അതാണല്ലോ. എല്ലാവരും പറഞ്ഞ ഒരു അനുഭവം വരണം. അപ്പൊ ഭഗവാൻ ആദ്യമായിട്ട് പറഞ്ഞു, ആദ്യമായി അനുഭവം എന്ന് പറയുന്ന സാധനം, എല്ലാവരും സ്പിരിച്വൽ ഫീൽഡ് അധ്യാത്മ ലോകത്തിലേക്ക് വരുമ്പോ തന്നെ അനുഭൂതി വേണം എന്നാണ് പറയണത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ വേദാന്തപരമായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ പറയണത് തെറ്റാണ്. അവസാനം നമുക്കത് മനസ്സിലാവും. കാരണം അതിപ്പോ പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പിടികിട്ടില്ല. അത് അവസാനം നമുക്കറിയാം, അനുഭൂതി എന്ന് പറയണത് വെളിയിൽ നിന്ന് കിട്ടേണ്ട സാധനമൊന്നുമല്ല. അനുഭൂതി ആത്മാവിന്റെ സ്വരൂപമാണ്. അനുഭൂതി എപ്പോഴും നമുക്കുണ്ട്, ജ്ഞാനമേ ഇല്ലായ്മയുള്ളൂ. അനുഭൂതി നമുക്ക് സിദ്ധമാണ്. അനുഭൂതിയെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടത്ര ബുദ്ധിക്ക് തെളിച്ചം വന്നിട്ടില്ല എന്നുള്ളതാണ് കുഴപ്പം. ആ ബുദ്ധിക്ക് തെളിച്ചം വന്ന് അതിനെ തിരിച്ചറിയാനുള്ള ശക്തി, കരുത്ത് ഉണ്ടായാൽ അനുഭൂതി നിത്യസിദ്ധമാണ്. അനുഭൂതി ആത്മാവിന്റെ സ്വരൂപമാണ്. അനുഭൂതി സ്വയം പ്രകാശ. ഭാഗവതത്തിന് ഭഗവാന് പേര് തന്നെ നിത്യാനുഭൂതി സ്വരൂപ, കേവലാനുഭവാനന്ദ സ്വരൂപ, കേവലാനുഭവസ്വരൂപ എന്നൊക്കെ. അപ്പൊ അനുഭവം എന്ന് പറയണത് നമ്മളുടെ ഉള്ളിൽ സിദ്ധമായിരിക്കണം. എങ്ങനെ സിദ്ധമായിരിക്കണം? അതാണ് അടുത്ത ശ്ലോകം. നോക്കൂ. അഹമാത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിതഃ
അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരു ഭക്തൻ ചോദിച്ചു, ഭഗവാന് ഭഗവത്ഗീതയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം എന്താണ്? ഭഗവാൻ പറഞ്ഞു, എല്ലാം മുഖ്യമാണല്ലോ, എല്ലാം പ്രധാനം, എന്നാൽ ഏതെങ്കിലും ഒരു ശ്ലോകം പ്രധാനമായിട്ട് എടുത്തു തരുമോ ചോദിച്ചപ്പോ ഭഗവാൻ എടുത്തു കൊടുത്ത ശ്ലോകമാണ് ഈ ശ്ലോകം. അഹമാത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. ഇവിടെ കൃഷ്ണൻ ഭഗവാൻ തന്റെ സ്വരൂപത്തിനെ പറയുകയാണ്. ആരാണ് ഭഗവാൻ? ഭഗവാന്റെ സ്വരൂപം എന്താണ്? അഹമാത്മാ ഗുഢാകേശ. ഹേ ഗുഡാകേശ, അർജുനനെ വിളിക്കുന്നു ഗുഡാകേശൻ എന്ന്. ഗുഡാക എന്ന് വെച്ചാൽ ഉറക്കം എന്നർത്ഥം, നിദ്ര. ഉറക്കത്തിന് ജയിച്ചവൻ, ഗുഡാകായാഹ ഈശ. നിദ്രയെ ജയിച്ച് തപസ് ചെയ്ത ആള് എന്നർത്ഥം. ഈ പാശുപതാസ്ത്രത്തിനും മറ്റുമൊക്കെ വേണ്ടി ഉറങ്ങാതെ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു അത്രയും. മല്ലികാർജുന ക്ഷേത്രത്തില് ശ്രീശൈലത്തിലാണ് അർജുനൻ ശിവനെ തപസ് ചെയ്തതെന്നാണ് പറയണത്. അവിടെയാണ് ആചാര്യസ്വാമി ശിവാനന്ദ ലഹരി എഴുതിയതും. സന്ധ്യാരംഭ വിജൃംഭിതം ശ്രുതിശിരസ്ഥാനാന്തരാധിഷ്ഠിതം സപ്രേമ ഭ്രമരാഭിരാമമസകൃത് സദ്വാസനാവിഷ്കൃതം. സേവേ ശ്രീഗിരി മല്ലികാർജുന മഹാലിംഗം ശിവാലിംഗിതം. അവിടെ അർജുനൻ മല്ലിക പുഷ്പം കൊണ്ട് ശിവനെ പൂജിച്ചു. അപ്പോ ഉറങ്ങാതെ തപസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഗുഡാകേശൻ എന്നാണ്. മറ്റൊരർത്ഥം ഗുഡാക എന്ന് വെച്ചാൽ ഉറക്കം. ഗുഡാകേശ, കേശ എന്ന് വെച്ചാൽ തലമുടി. തലമുടി നല്ലവണ്ണം തഴച്ച് വളർന്നിരിക്കുന്ന ആളെന്നൊരർത്ഥം. ഗുഡാകേശ എന്നുള്ളതിന് ഗുഡാകയുടെ ഉള്ളിൽ പോയിട്ട് സത്യാന്വേഷണം ചെയ്യാനുള്ള ശക്തിയുള്ളവൻ, അവനെ സത്യം അറിയുള്ളൂ. ആത്മതത്വം മറയപ്പെട്ടിരിക്കുന്നത് ഉറക്കം കൊണ്ടാണ്. ഉറക്കത്തിനെയാണ് നമ്മൾ ആവരണം എന്ന് പറയണത്. ആ ആവരണത്തിനെ ജയിച്ചവൻ ഗുഡാകേശൻ, ആ ആവരണത്തിനെ നിവാരണം ചെയ്തവൻ, ആവരണം ഇല്ലാതാക്കി തീർത്തവൻ ഗുഡാകേശൻ. ആ ഗുഡാകേശനായ ആൾക്ക് ഗുഡാകേശസ്യ അഹമാത്മ. ആരാണോ ഗുഡാകേശൻ, നിദ്രയെ ജയിക്കുന്നത്, ആവരണം, അജ്ഞാനത്തിന് പേരാണ് ഉറക്കം. അതുകൊണ്ടാണ് മാണ്ഡുക്യകാരികയിൽ ഗൗഡപാദാചാര്യർ പറഞ്ഞത്, അനേക ജന്മങ്ങളായി ജീവൻ ഉറങ്ങിക്കൊണ്ടിരിക്കണമെന്നാണ്. ഈ ജാഗ്രതും ഒരു ഉറക്കമാണ്. നമ്മൾ ഉണർന്നിരിക്കണമെന്ന് വിചാരിക്കണം, അത്രയേ ഉള്ളൂ. ദീർഘസ്വപ്നമിമം വിദ്ധി, നീണ്ടു നിൽക്കുന്ന ഉറക്കം. ഇതൊരു ഉറക്കാണ്. അനാദിമായയാസുപ്ത യഥാ ജീവ പ്രബുദ്ധ്യത്തെ അജമനിദ്രമസ്വപ്നം അദ്വൈതം ബുദ്ധ്യത്തെ തഥാ. അനിദ്രം, അവ്രണം എന്നൊക്കെയാണ് ശ്രുതി പേര്. ആത്മാവിന് അനിദ്രൻ എന്ന് പേര്, ഉറക്കമില്ലാത്തവൻ എന്നർത്ഥം. ഉറക്കത്തിലും ഉണർന്നിരിക്കുന്നവൻ. യസ് സുപ്തേഷു ജാഗർത്തി, ഉറങ്ങുമ്പോ അവൻ ജാഗൃതനായിട്ട് ഉണർന്നിരിക്കുന്നു. ഉറങ്ങി എഴുന്നേറ്റിട്ട് നമ്മൾ പറയണത് ഒന്നും അറിഞ്ഞില്ല, സുഖമായിരുന്നു. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഉറക്കം. സുഖമായിരുന്നു എന്ന് പറയുന്നത് ഉറക്കമല്ല, അത് ആത്മ. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ രണ്ട് കാര്യം പറയും. ഒന്നും അറിഞ്ഞില്ല, സുഖമായിരുന്നു. ഈ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഉറക്കം, സുഖമായിരുന്നു എന്ന് പറയുന്നത് ആത്മ.
ഈ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് അങ്ങോട്ട് നീക്കം ചെയ്യാനാണ് ഗുഡാകേശ. ഗുഡാകേശൻ അജ്ഞാനത്തിനെ നീക്കം ചെയ്യണു. അവിടേക്ക് നമ്മളുടെ ശ്രദ്ധ പതിയാതെ കിടക്കുന്നത് കൊണ്ട് അവിടെ ശ്രദ്ധ പതിയും തോറും ഗുഡാക നീങ്ങും. ഈശ്വരൻ അവിടെ ഉണ്ട്, ഈശ്വരനാണുള്ളത്. സർവേശ്വര സർവജ്ഞ സർവാന്തര്യാമി. അങ്ങനെ അന്തര്യാമിയെ, ആത്മാവിനെ, സ്വരൂപത്തിനെ അറിയാൻ ശക്തിയുള്ളവൻ ഗുഡാകേശൻ. നിദ്രയെ ജയിച്ചവൻ എന്നർത്ഥം. നിദ്രയെ നിവാരണം ചെയ്തവൻ, നിദ്രയെ മാറ്റി തീർത്തവൻ. നിദ്രായാഹ ലോകവാർത്തായാഹ ശബ്ദാദേരപി വിസ്മൃതേഹ ക്വചിന്ന അവസരം ദത്വാ ചിന്തയ ആത്മാനം ആത്മനി. ഈ നിദ്ര അജ്ഞാനമാണ്, ആവരണമാണ്. അഗ്രഹണം നിദ്ര, അന്യഥാഗ്രഹണം ജാഗ്രത് സ്വപ്നഹാച. അഗ്രഹണ അന്യഥാഗ്രഹണവർജിതം ചിത് സ്വരൂപം. അഗ്രഹണവും അന്യഥാഗ്രഹണവും. സുഷുപ്തിയിൽ അഗ്രഹണം, ഒന്നും അറിഞ്ഞില്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലും അന്യഥാഗ്രഹണം, വേറെ എന്തൊക്കെയോ കാണുന്നു. കയറ് കണ്ടിട്ടില്ലെങ്കിൽ അഗ്രഹണം, അതിൽ പാമ്പ് കണ്ട അന്യഥാഗ്രഹണം. ആത്മാവിനെ അറിഞ്ഞില്ല, അത് അഗ്രഹണം. അനാത്മാവിനെ അറിയുകയും കൂടെ ചെയ്യണു, അത് അന്യഥാഗ്രഹണം. ഈ ദോഷമൊക്കെ നിവൃത്തമായി കാണുന്ന ആൾക്ക് അഹമാത്മാ ഗുഡാകേശൻ സർവഭൂതാശയസ്ഥിത. ആദ്യം നമ്മളുടെ ഉള്ളിൽ ആത്മാവാണ് അഹമഹമെന്നിരിക്കണതെന്ന് അറിയണമല്ലോ അല്ലേ? ഇപ്പൊ നമുക്കൊക്കെ അഹം അറിയാം, ഞാൻ ഉണ്ട് എന്നറിയാം. ഞാൻ എന്നുള്ള അനുഭവം എല്ലാവർക്കും സിദ്ധമാണ്. നിരന്തരം ഉള്ള അനുഭവമാണ് അനുഭൂതി. അഹം സ്വരൂപ. അഹം അഹം എന്നുള്ള രൂപത്തില് ചിത്ത് എല്ലാവർക്കും അനുഭവത്തിലുണ്ട്. ഞാനുണ്ട് എന്നുള്ളത് മാത്രമാണ് ഉറപ്പ്, ബാക്കിയൊക്കെ സംശയമാണ്. ഇരുട്ട് റൂമിലിരിക്കുമ്പോൾ ഞാനുണ്ട്, സ്വപ്നത്തിലും ഞാനുണ്ട്, ജാഗ്രതത്തിലും ഞാനുണ്ട്, സുഷുപ്തിയിലും ഉണ്ട്, ബാല്യത്തിലുണ്ട്, കൗമാരത്തിലുണ്ട്, യൗവനത്തിലുണ്ട്, വാർദ്ധക്യത്തിലുണ്ട്. ഡിപ്രഷൻ വരുമ്പോഴും ഉണ്ട്, എക്സ്റ്റസി വരുമ്പോഴും ഉണ്ട്, സ്നേഹം വരുമ്പോഴും ഉണ്ട്, ദ്വേഷം വരുമ്പോഴും ഉണ്ട്, ഉറക്കം വരുമ്പോഴും ഉണ്ട്. എല്ലാത്തിനും പുറകിൽ ഉണ്ട് 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 ഉണ്ട്. ആ ഉണ്മയെ ഗ്രഹിച്ചിട്ട് ആ ഉണ്മയുടെ മുമ്പിൽ വന്നു പോണതിനൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ കാര്യം കഴിഞ്ഞു. സാധിച്ച ആളുകൾക്ക് വളരെ എളുപ്പം, സാധിക്കാത്ത ആളുകൾ ബുദ്ധിമുട്ടുണ്ട്. ഈ നീന്താൻ പഠിക്കണ പോലെയാണ്. നമ്മുടെ മഹർഷിയുടെ അറ്റൻഡായിട്ടിരുന്ന ഒരു ശിവാനന്ദൻ എന്ന് പറഞ്ഞൊരു സന്യാസി ആണ് അദ്ദേഹം. സാധു മനുഷ്യൻ, വളരെ ഇന്നസെന്റ് ആണ്. അപ്പൊ അവസാനമാകുമ്പോ മഹർഷി സമാധി ആവണതിന് മുമ്പ് അവസാനത്തെ വാക്ക് അദ്ദേഹത്തെ ശിവാനന്ദത്തിന്റെ അടുത്താണ് മഹർഷി പറഞ്ഞത്, താങ്ക്സ് പറഞ്ഞത്. ശരീരം വിടുന്നതിനു സന്തോഷം, സന്തോഷം. ഭഗവാന്റെ വാക്കാണ് സന്തോഷം. അപ്പൊ ഈ ശിവാനന്ദൻ ചോദിച്ചു, ഭഗവാൻ എല്ലാരും ഏതേതെല്ലാമോ തെരഞ്ഞെടുക്കാൻ, എനിക്കൊന്നും தெரியாതെ ഭഗവാൻ. ആരൊക്കെയോ എന്തൊക്കെയോ അറിഞ്ഞിരിക്കണു, എന്തൊക്കെയോ മനസ്സിലാക്കിയിരിക്കണു, എനിക്കൊന്നും അറിയണില്ലല്ലോ. சிவானந்தம் ஒன்னும் இல்லை, ஒன்னும் தெரிஞ்சுக்கிறதுக்கு இல்லை. அந்த நான் ஒரு அனுபவம் இருக்கோ இல்லையோ அதை விடாம பிடிச்சுக்க போறோம், மீதி எல்லாத்தையும் விட்டுடு, அவ்வளவுதான். ആ സാധു മനുഷ്യന് ഗുരു ശ്രദ്ധാവിശ്വാസം കാരണം അത്രയും കൊണ്ട് കാര്യം നടന്നുപോയി. പിൽക്കാലത്തിൽ ഇവിടെ കേരളത്തിലെ ഈ നെയ്യാറ്റിങ്കര സൈഡ് എവിടെയോ ആണ് അദ്ദേഹത്തിന്റെ സ്ഥലം. എവിടെയോ താമസിച്ചിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ആശ്രമത്തിൽ വരുമ്പോ അവിടെയൊക്കെ പറയും, ഭഗവാൻ ഇത്ര സിമ്പിളായിട്ട് എനിക്കിത് പറഞ്ഞു തന്നു.
അദ്ദേഹത്തിന് എന്ത് കിട്ടിയെന്നൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല. ആളുകള് അധ്യാത്മം കണക്കാക്കുന്നത് അവരുടെ കണ്ണിൽ വല്ലതും വന്നിട്ടുണ്ടോ, പുറകെ വെളിച്ചം വന്നിട്ടുണ്ടോ, ഇതൊക്കെ വിഡ്ഢിത്താണ്. വളരെ സുലഭം, സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്ത അവരുടെ ഹൃദയത്തിൽ തൃപ്തി വന്നു. അതാണ് തൃപ്തി വന്നു, ശാന്തി. നമുക്ക് വേണ്ടത് അതാണല്ലോ, അല്ലേ? ബാക്കിയൊക്കെ സിദ്ധികളാണ്. ലോകത്തിനെ ഭ്രമിപ്പിക്കുന്നതൊക്കെ സിദ്ധികളാണ്. ലോകം മുഴുവൻ ഭ്രമിച്ചിട്ട് നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? നോക്കൂ, ഭ്രമിപ്പിക്കുന്നതൊക്കെ സിദ്ധികളാണ്. വലിയ വലിയ മ്യൂസീഷ്യൻസ്, ആർട്ടിസ്റ്റ് ഒക്കെ നോക്കൂ, മറ്റുള്ളവരെ ഭ്രമിപ്പിക്കും. പക്ഷെ അവരുടെ കലകൾ അവർക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് അവർ വേറെ പലതും അന്വേഷിക്കുന്നത്. അവർക്ക് സുഖം, ചില പല ഹാബിറ്റ്സിനും കുടിക്കുകയും ഇതൊക്കെ പഴക്കം വരുന്നത് എന്തുകൊണ്ടാ? അവരുടെ കല കൊണ്ട് അവർക്ക് ആനന്ദമൊന്നുമില്ല. അവർക്കത് ആനന്ദം ഉണ്ടെങ്കിൽ പുറത്തെവിടെ പോകണം, അല്ലേ? അതുകൊണ്ട് ഈ സിദ്ധികളൊന്നും ആനന്ദം തരില്ല. സിദ്ധികളെന്ന് പറഞ്ഞാൽ അതൊരു കുറെ കഴിയുമ്പോ സ്പോണ്ടേനിറ്റി ഇല്ല, വെറും മെക്കാനിക്കലായിട്ട് സിസ്റ്റത്തിൽ നിൽക്കും. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. ഈ സാധു മനുഷ്യന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു, அந்த நானா இருக்கணும், அந்த நான்கிறத விடாம இரு, அதுதான் ஆத்மா. ஹிருதய குஹர மத்தியே கேவலம் பிரம்மமாத்திரம் ஹி அகமஹமிதி சாட்சாத் ஆத்மரூபேண பாதி. வேற ஒன்றும் கிடையாது. நானா இருக்கணும். அந்த நான்கிறதை മറந்துവിടാத, அந்த ഞാൻ എന്നുള്ള ആ അനുഭവത്തിനെ മറക്കാതെ ഗ്രഹിച്ചു. ചിത്തിന്റെ അനുഭവം, ഈശ്വരന്റെ അനുഭവം, ഇറ്റ് ഹസ് ഓൾറെഡി ഹാപ്പൻ ടു യു. സംഭവിച്ചു. എങ്ങനെ സംഭവിച്ചിരിക്കുന്നു? ഞാൻ എന്നുള്ള അനുഭവ രൂപത്തില് സിദ്ധമായിരിക്കും. ബാല്യാദിഷ്വപി ജാഗ്രതാദിഷു തഥാ സർവാസു അവസ്ഥാസ്വപി വ്യാവൃത്താസു അനുവർത്തമാനം അഹം ഇതി അന്തസ്ഫുരന്തം സദാം സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ. ഈശ്വരനൊന്നും മറച്ചു പിടിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് ആചാര്യസ്വാമി. ഈശ്വരനെ കാണാനില്ല, മറഞ്ഞിരിക്കണു, ഒരു മറവുമില്ല. പ്രകടീകരോതി എന്നാണ്. അദ്ദേഹം മാത്രമാണ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണു. മുദ്രയാ ഭദ്രയാ, മംഗളമായ ഒരു മുദ്രയിൽ പ്രകാശിക്കണു. അഹമഹമിതി തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയെ. ഭാഗവതത്തിൽ പറയുന്നു, ഭഗവാനെ ആവരണമേ ഇല്ല ഭഗവാനെ എന്നാണ്. ആവരണം ഉണ്ടെന്നൊക്കെ വേദാന്തികൾ പറയണു, ഒന്നും കാണാനില്ല. അനാവൃതത്വാത് ബഹിരന്തരം നതേ സർവസ്യ സർവാത്മനഃ ആത്മവസ്തുനഃ തേ അനാവൃതത്വാത് ബഹിരന്തരം ന. ഉള്ള് പുറമൊന്നുമില്ല എന്നാണ്. ഈ അഹം എന്ന അനുഭവത്തിന് ഉള്ളുമില്ല പുറവുമില്ല. ശരീരത്തിനാണ് ഉള്ളു പുറമൊക്കെ, മനസ്സിനാണ് ഉള്ളു പുറമൊക്കെ. ഈ ഞാൻ ഉണ്ടെന്നുള്ള അഹം അഹം അഹമസ്മി എന്നുള്ള എക്സിസ്റ്റൻസ്, അസ്തിത്വം, അത് ആവരണമേ ഇല്ല, മറയേ ഇല്ലാതെ സ്വയം പ്രകാശം നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഉള്ളും പുറവൊന്നുമില്ല. അത് ഒരിക്കലും, അതാണ് നിരസ്തകുഹകം സത്യമെന്ന് പറഞ്ഞത് ആദ്യം. അതിനെയാണ് ഭഗവാനയുടെ അഹമാത്മാ ഗുഡാകേശ എന്ന് പറഞ്ഞാൽ, ഏ അർജുന, ഹേ ഗുഡാകേശ, അഹമേവ ആത്മാ എന്ന് വേണം അർത്ഥം പറയാം. ആത്മാ ഏവ അഹം രൂപേണ സിദ്ധ. അല്ലാതെ കൃഷ്ണൻ ആത്മാ എന്ന് പറയാൻ പോണ്ട. കൃഷ്ണൻ ഇവിടെ ആരാണ്? ചൈതന്യമാണ്, ആത്മാവാണ്. കൃഷ്ണൻ തന്റെ പേര് പറഞ്ഞു ആത്മാ. ശ്രീശുകൻ ഭാഗവതത്തിൽ പറഞ്ഞു, കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം ജ്ഞാത്വാ ആത്മാനം അധോക്ഷജം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു, അർജുന, ആത്മാവാണ് ഞാൻ, ആ ആത്മാവാണ് നിന്റെ ഉള്ളില് അഹം 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 എന്ന്, ഞാൻ 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 എന്ന് അനുഭവ രൂപത്തിൽ സിദ്ധമായിരിക്കുന്നത്. സർവഭൂത ആശയം, ആശയം എന്ന് വെച്ചാൽ ഹൃദയം, ചിദ്ഗർഭം, അന്തരംഗത്തില് ഹൃദയത്തില് സർവഭൂത ആശയ ഹൃദയേ സ്ഥിത.
ആശയേ സ്ഥിതഃ. അഹമാത്മാ ഗുഢാകേശ സർവഭൂതാശയ സ്ഥിതഃ. അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. ഞാൻ തന്നെ ആദി, ഞാൻ തന്നെ മധ്യം, ഞാൻ തന്നെ അന്തം. അഹമാദിശ്ച മധ്യം ച അന്ത ഏവ ച. സൃഷ്ടിക്ക് മുമ്പ് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, സൃഷ്ടിക്ക് ശേഷവും ഞാനേ ഉള്ളൂ. അഹമേവ ആസമേവ അഗ്രേ. ഇതിനുള്ള വ്യാഖ്യാനമാണ് അവിടെ. അഹമേവ ആസമഗ്രേ പശ്ചാദഹം യഥേതച്ഛ യോ വശിഷ്യേത സോസ്മ്യഹം. മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയാലും ഞാനേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്തുണ്ട് അർജുന? അത്രയും സൃഷ്ടിയൊക്കെ ഉണ്ട്, ഇപ്പോഴും ഞാനേ ഉള്ളൂ. സ്വർണമാണ് വളയായിട്ടും മാലയായിട്ടും മോതിരമായിട്ടും ഒക്കെ മാറിയത്. വീണ്ടും ഒരിക്കുക സ്വർണമായിട്ട് മാറും. വളയും മാലയും മോതിരവും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും സ്വർണമേ ഉള്ളൂ. ത്രികാല അബാധ്യമായ സത്യം സ്വർണം അവിടെ ഉണ്ട്. മണ്ണ് തന്നെ കുടം ചട്ടിയൊക്കെ ആയിട്ട് മാറണം. അത് കുടമായിട്ടൊക്കെ ഇരിക്കുമ്പോഴും മണ്ണ് തന്നെ. അതുപോലെ ആത്മാവാണ് മുമ്പുണ്ടായിരുന്നത്. ശരീരം മനസ്സൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ ആത്മാ തന്നെ, ആത്മാവേ ഉള്ളൂ. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എന്തവശേഷിക്കും? അഹമേവ പൂർണ്ണമേവ അവശിഷ്യത്തെ. പൂർണ്ണമേവ ആസീത്, പൂർണ്ണമേവ അസ്തി, പൂർണ്ണമേവ അവശിഷ്യത്തെ. പൂർണ്ണമാണ് ഉണ്ടായിരുന്നത്, പൂർണ്ണമാണ് ഇപ്പോഴുള്ളത്, പൂർണ്ണമാണ് അവശേഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദൗ മധ്യേച അന്തേച. അതിനൊരു യുക്തി എന്താ? ആദൗ അന്തേച എന്നാസ്തി വർത്തമാനേപി തത്തഥ. കുറച്ചു കാലം മുമ്പ് ശരീരമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ശരീരം ഉണ്ടാവില്ല. അപ്പൊ യുക്തി എന്താന്ന് വെച്ചാൽ, എന്ത് കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ലയോ, എന്ത് കുറച്ചു കാലം കഴിഞ്ഞുണ്ടാവില്ലയോ, അതിപ്പോ ഉണ്ടെന്ന് തോന്നിയാലും വാസ്തവത്തിൽ ഇല്ല എന്നാണ്. അസതഃ വിദ്യത്തെ ഭാവ. മുമ്പും ഏതൊന്നുണ്ടായിരുന്നു, യാതൊന്ന് ഇപ്പൊ ഉണ്ടോ, യാതൊന്ന് പിന്നീടുണ്ടോ, അത് ആ ഉണ്മ, അസ്തിത്വം ഉണ്ട് എന്നുള്ള സത്, അതിനെ ഗ്രഹിച്ചാൽ ആ ചിത് ഗ്രഹണം, ആ ഉണ്മയെ ഗ്രഹിക്കണതുണ്ടല്ലോ, അതാണ് സമാധി. ആ ഉണ്മയെ ഗ്രഹിക്കുന്നത് എങ്ങനെ ചെയ്യും? അതിനെന്ത് സാധന? ഒരു സാധന കൊണ്ടും ആ ഇരുപ്പിനെ ഗ്രഹിക്കാൻ സാധിക്കില്ല. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ, നിങ്ങൾ പ്രവൃത്തി ചെയ്താൽ, ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ കർമ്മത്തിൽ കുടുങ്ങും. നിങ്ങൾ ധ്യാനം മെഡിറ്റേഷൻ ചെയ്താൽ മനസ്സിൽ കുടുങ്ങും. നിങ്ങൾ വിവേചനം ചെയ്താൽ ബുദ്ധിയിൽ കുടുങ്ങും. കേവലമായ ചിത്ത്, ഇരുപ്പ്, അസ്തിത്വത്തിനെ അറിയണമെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ, ചുമ്മാ ഇരുന്ന് പഠിക്കണം. മനുഷ്യൻ മാത്രമേ ഉള്ളൂ ചുമ്മാരിക്കാൻ അറിയാത്ത പ്രാണി. ബാക്കി എല്ലാത്തിനും ചുമ്മാരിക്കാൻ അറിയാം. വേണ്ട സമയത്ത് പ്രവർത്തിക്കും, പിന്നെ ചുമ്മാ. മനസ്സ് പ്രവർത്തിക്കണമല്ലോ. മനസ്സ് എന്തൊക്കെയോ തോന്നട്ടെ. തോന്നിയപ്പോ എന്താ? തോന്നിക്കോട്ടെ, ഞാൻ ചുമ്മാരിക്കും. അതിനാണ് നിശ്ചലതത്വം. ചുമ്മാ എന്നുള്ളത് സ്വരൂപമാണ്.
അതിന് മൈൻഡുമായിട്ട് കണക്ഷൻ ഇല്ല, ബോഡിയായിട്ട് ശരീരമായിട്ട് കണക്ഷൻ ഇല്ല. അത് സത്ത്. വളരെ ലാഘവത്തോടുകൂടെ എടുക്കരുത്. ഇരുന്ന് നോക്കാം. എല്ലാ ഉപദേശവും കഴിഞ്ഞ് രാമലിംഗസ്വാമികൾ പറഞ്ഞു, ചുമ്മാ ഇരുന്നും പഴക്. എന്നുവെച്ചാൽ ചുമ്മാ ഇരിക്കാന്ന് വെച്ചാൽ ഉറക്കല്ല, ചുമ്മാ ഇരിക്കാന്ന് വെച്ചാൽ മനോരാജ്യമല്ല, ചുമ്മാ ഇരിക്കാന്ന് വെച്ചാൽ ഉപാസന, ധ്യാനം, ജപം ഒന്നുമല്ല. പിന്നെ ചുമ്മാ ഇരിക്കൽ എന്ന് വെച്ചാൽ എന്താ? ചുമ്മാ ഇരിക്കൽ. ഇരുന്ന് നോക്കൂ. ശരീരത്തിന്റെ പ്രവൃത്തിയോടും കൂട്ടുനിൽക്കണില്ല, മനസ്സിന്റെ പ്രവൃത്തിയോടും കൂട്ടുനിൽക്കണില്ല. ഏറ്റവും വലിയ മഹാവാക്യോപദേശമാണ് ചുമ്മാ ഇരു. ഒരുപാട് സിദ്ധന്മാർ കൊടുത്തിട്ടുള്ള ഉപദേശം. തിരുവനന്തപുരത്തൊരാള് 1250 ശ്ലോകങ്ങള് കൂട്ടിച്ചേർത്ത് ഒരു പുസ്തകം എഴുതി. പല ആളുകളുടെ എല്ലാം ചുമ്മാ ഇരുന്ന് വരും അതിൽ. പക്ഷെ അത് മലയാളം, തിരുവനന്തപുരം മലയാളമായിപ്പോയി. പേര് കൊടുത്തപ്പോ ചുമ്മാ തിരിക്കും സൂത്രം എന്നായി. ചുമ്മാ ഇരിക്കും സൂത്രം, ചുമ്മാ ഇരിക്കും സൂത്രം പോയി ചുമ്മാ തിരിക്കും സൂത്രമായി. നമ്മളല്ലെങ്കിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ചുമ്മാ ഇരു ചൊല്ലറ തൂഷ്ണീം ഭവേ നിശ്ചലോപമ. അങ്ങനെ നോക്കുമ്പോ ഒരു പ്രവൃത്തിയുടെയും സമ്പർക്കമില്ലാതെ, അഭിമാനത്തിന്റെ പോലും സമ്പർക്കമില്ലാതെ നിരന്തരം ആത്മാവായി ഭഗവാൻ സിദ്ധവസ്തുവായിട്ടിരിക്കുന്നു. എപ്പോഴും സിദ്ധമായിട്ടിരിക്കും. എല്ലാ പ്രാണികളുടെ, നമ്മൾ എല്ലാവരുടെ ഉള്ളിലും സർവഭൂതാശയസ്ഥിത. വാസ്തവത്തിൽ നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ ഈ ശ്ലോകം പഠിച്ചാൽ തന്നെ നമുക്ക് ജ്ഞാനമായി. എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ പറയണു, കഴിഞ്ഞു. ഭഗവാൻ പറയണു ഞാൻ ആത്മാവാണ്, എല്ലാവരുടെ ഉള്ളിലും ഇരിക്കണമെന്ന് പറയണു. നമുക്ക് ശ്രദ്ധയും ഭക്തിയും ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ സാധനയൊന്നും വേണ്ട. ഭഗവാൻ പറഞ്ഞാൽ നമ്മൾ കാണും അല്ലേ? ഒരു മജീഷ്യൻ പറയുമ്പോൾ എന്തൊക്കെയോ കാണുന്നു ആളുകൾ. ആലോചിച്ചു, ഒരു ഹിപ്നോട്ടിസ്റ്റ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾ പറയണതൊക്കെ നമ്മൾ കാണും. ഭഗവാന്റെ അടുത്ത് നമുക്ക് വിശ്വാസവും ശ്രദ്ധയുണ്ടെങ്കിൽ, ഞാനാണ് എല്ലാവരുടെ ഉള്ളിലും ഇരിക്കണത് അർജുന എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും നാരായണൻ ഉണ്ട് എന്നുള്ള വിശ്വാസം തന്നെ ദർശനം. അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്തയേവ ച. ഇത്രയും പറഞ്ഞിട്ട് വിശേഷ സാന്നിധ്യത്തിനെ ഭഗവാൻ എടുത്തു പറയുന്നു. ഞാൻ ആത്മാവാണ്. അപ്പൊ ആത്മാവിനെ അറിഞ്ഞവൻ ഞാനാണ്. ആത്മാവായിട്ട് എന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, എവിടെ ആത്മപ്രകാശം കൂടുതലുണ്ടോ, എവിടെ ചൈതന്യത്തിന്റെ സാന്നിധ്യം കൂടുതലുണ്ടോ അതിനെയൊക്കെ അങ്ങോട്ട് ആശ്രയിച്ചുകൊള്ളുക. അടുത്ത ശ്ലോകം നോക്കൂ. ആദിത്യാനാമഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി. ഏകാദശ ആദിത്യന്മാരില് ഞാൻ വിഷ്ണുവാകുന്നു. ആദിത്യാനാമഹം വിഷ്ണു. ദ്വാദശ ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാകുന്നു. ആദിത്യാനാമഹം വിഷ്ണു ജ്യോതിഷാം രവി. രവി എന്ന് വെച്ചാൽ സൂര്യൻ. ജ്യോതിഷുകള് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, അഗ്നി. ഇതില് ഞാൻ സൂര്യനാകുന്നു. എന്നുവെച്ചാൽ സൂര്യനാണ് നമ്മൾക്ക് പ്രത്യക്ഷമായി പ്രകാശമാനമായിട്ട് കാണുന്നത്. വിഷ്ണു ആദിത്യൻ എന്നുവെച്ചാൽ അതിഥിയുടെ മക്കൾ, ദേവന്മാർ അല്ലേ? അതിഥിയുടെ മക്കളാണല്ലോ ദേവന്മാരൊക്കെ.
ആ ദേവന്മാരില് ഭഗവാൻ വാമനനായിട്ട് ജനിച്ചു. വാമനനായിട്ട് ജനിച്ച് ത്രിവിക്രമനായിട്ട് പ്രകാശിച്ചു. ആദിത്യാനാമഹം വിഷ്ണു. ആദിത്യന്മാരില് ത്രിവിക്രമനായിട്ട് ഭഗവാൻ പ്രകാശിച്ചതുകൊണ്ട് ആ വിഷ്ണുവാണ് ഞാൻ എന്ന് ഭഗവാൻ ഇവിടെ പറയാണ്. വാമനമൂർത്തിയായിട്ട് ജനിച്ച് ഇന്ദ്ര അനുജനായിട്ട്, ഇന്ദ്രന്റെ അനുജനായിട്ട് ജനിച്ചു ഭഗവാൻ. ത്രിവിക്രമനായിട്ട് തീർന്നു. മഹാബലിക്ക് സർവവ്യാപിയായി ദർശനം കൊടുത്തു. അങ്ങനെ ദേവന്മാരിൽ ഒരാളായിട്ട് ഭഗവാൻ ജനിച്ചു. എല്ലാ യോനികളിലും ഭഗവാന്റെ സ്വേച്ഛോപാത്ത പൃഥക് വപുഹു ഉണ്ട്. എല്ലാ യോനികളിലും വിശേഷമായൊരു ജന്മം മത്സ്യത്തിലുണ്ട്, വരാഹത്തിലുണ്ട്, എല്ലാത്തിലുണ്ടല്ലോ. സ്പെഷ്യലായിട്ടൊരു ബർത്ത് അല്ലേ? സദ്യോജാതമുണ്ട്, പെട്ടെന്ന് ജനിക്കലുണ്ട്, ആവിർഭാവമൂർത്തികളുണ്ട്. ഇവിടെ അതിഥിയുടെ പുത്രന്മാരിൽ ഞാൻ വിഷ്ണുവാണ്. ഇവിടെ ദ്വാദശാദിത്യന്മാര് ദാതാവ്, മിത്രൻ, അര്യമാവ്, സൂര്യൻ, വരുണൻ, രുദ്രൻ, ഭഗൻ, വിവസ്വാൻ, പൂഷാവ്, സവിതാവ്, ത്വഷ്ടാവ്, വിഷ്ണു. ഇതാണ് ദ്വാദശാദിത്യന്മാർ. 12 ആദിത്യന്മാർ. ഇവരില് ഭാരതത്തിലെ സംഭവപർവത്തിന്റെ ആരംഭത്തിൽ തന്നെ ദ്വാദശാദിത്യന്മാരുടെ ഉത്പത്തി വിവരിച്ചിട്ടുണ്ട്. അവരിൽ ഏറ്റവും ഇളയവനാണ് വിഷ്ണു. ഇതൊക്കെ ഭഗവാനെ വിഷ്ണു എന്നുള്ള പേരോടുകൂടി തന്നെ പല ജന്മങ്ങൾ, അവതാരങ്ങളുണ്ട്. കൃഷ്ണാവതാരത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞു, ഞാൻ ധാരാളം വന്നിരിക്കണു. അതിഥിയുടെ പുത്രനായിട്ട് ജനിച്ചവരിൽ ഞാൻ വിഷ്ണുവാണ്, ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാണ് എന്ന് പറഞ്ഞു. മരുത്തുക്കളില് മരീചി എന്ന മരുത്താണ്. ജ്യോതിസുകളില് സൂര്യനാണ്. സൂര്യൻ നമുക്ക് പ്രത്യക്ഷമായിട്ട് മരുത്തുക്കളുടെ ജന്മമൊക്കെ ഭാഗവത്തിൽ നോക്കിയാൽ കാണാം. മംഗളം മരുതാം ജന്മ. സൂര്യൻ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. സൂര്യനാരായണ സ്വാമിനെ നമഃ എന്ന് പറഞ്ഞാണ് നമസ്കരിക്കുക. സൂര്യൻ നാരായണനാണ്, പ്രത്യക്ഷ ദൈവതമാണ്. ആളുകളെ, ജ്ഞാനികളെ എവിടെ കാണാൻ കിട്ടുന്നൊക്കെ ചോദിക്കണു. പ്രത്യക്ഷമായിട്ടുള്ള ഒരു ജ്ഞാനിയാണ് സൂര്യൻ. ഉപനിഷത്തും വേദമും ഒക്കെ മറഞ്ഞുപോയാൽ വീണ്ടും സൂര്യനിൽ നിന്നാണ് എടുക്കുന്നത്. സൂര്യനെ ഉപാസിച്ചാൽ എല്ലാം പ്രകാശിക്കും. ചിലപ്പോൾ ചിലര് വിദ്വത് സന്യാസത്തിന് അധികാരികളായിരിക്കും. ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നോ ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്നോ നല്ലവണ്ണം വേദാന്ത വിചാരമൊക്കെ ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടിയ ചില ആളുകളുണ്ടാവും. സന്യാസം 2 വിധത്തിലാണ്. ഒന്ന് വിവിധിഷാ സന്യാസം, 2 വിദ്വത് സന്യാസം. വിവിധിഷാ സന്യാസമാണ് 99% ലോകത്തിലുണ്ടാവുക. അതായത് ജ്ഞാനത്തിന് അവർക്ക് ഒരു വഴിയായിട്ട് എല്ലാത്തിനെയും വിട്ട് ത്യാഗം ചെയ്ത് അവർക്ക് സന്യാസം കൊടുത്ത് പിന്നീട് ഉപദേശിക്കുക. മഹാവാക്യം ഉപദേശിച്ച് അവർ സാധന, ശ്രവണ, മനന, നിധ്യാസനങ്ങൾ ചെയ്യും. വിദ്വത് സന്യാസികൾ എന്ന് പറയുന്ന കാറ്റഗറി അവർ ബ്രഹ്മചര്യത്തിൽ നിന്നോ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നോ തന്നെ ആത്മസാക്ഷാത്കാരം നേടിയിട്ട് ഈശ്വര നിയതി കൊണ്ടോ ഉപദേശം കൊണ്ടോ ജ്ഞാനനിഷ്ഠാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ ചിലപ്പോൾ സന്യാസം സ്വീകരിക്കും. അങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് സന്യാസം കൊടുക്കാൻ ചിലപ്പോൾ ആർക്കും ധൈര്യം വരില്ല. ആ സന്ദർഭങ്ങളില് അവരെക്കാളും ശ്രേഷ്ഠർ വേണമല്ലോ കൊടുക്കാൻ. അപ്പൊ സമ്പ്രദായത്തിൽ ആരെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ പോലും സൂര്യനെ സാക്ഷിയായിട്ട് നിർത്തിക്കൊണ്ടാണ് സന്യാസം കൊടുക്കുക. അപ്പൊ സൂര്യനാണ് അവിടെ കൊടുക്കുന്നത് എന്നുള്ള പ്രതീക രൂപത്തിൽ. അങ്ങനെ ആദിത്യൻ പ്രത്യക്ഷ ദൈവതം, പ്രത്യക്ഷമായ ഭഗവാന്റെ സ്വരൂപമാണ്. അതേപോലെ അടുത്ത ശ്ലോകം നോക്കൂ. വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതനാ. വേദാനാം സാമവേദഃ അഹമസ്മി.
4 വേദങ്ങളിലും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന സാമവേദത്തിനാണ്. എന്താന്ന് വെച്ചാൽ സാമം ഉദ്ഗീതം ആണ്. ഉദ്ഗീതം എന്നാണ് വേദം പറയണത്, ചാന്തോക്യം. ഈ ഉദ്ഗീതത്തില് ഉദ്ഗീതം കൊണ്ടാണ് ബ്രഹ്മത്തിനെ പിടിച്ചത് എന്നാണ്. ദേവന്മാര് പല വഴിക്കും ആ ബ്രഹ്മാനുഭവത്തിനെ പിടിച്ചു നിർത്താൻ നോക്കിയത്രേ. ഒരു കഥ പോലെ പറയുന്നുണ്ട്. എന്തൊക്കെയോ മാർഗത്തിൽ പിടിച്ചു നിർത്തി നോക്കി. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഉദ്ഗീതം ചെയ്തു, വായ കൊണ്ട് പാടി. ഇതൊക്കെ സാധകന്മാരുടെ വിഷമങ്ങളെ ഒരു ഉപാഖ്യാന രൂപത്തിൽ പറയാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ ഉദ്ഗീതം ചെയ്തു. പക്ഷേ അസുരന്മാർ വന്ന് അതിനെയൊക്കെ കുറെ കഴിയുമ്പോൾ കളങ്കപ്പെടുത്തി കളഞ്ഞു അത്രേ. ഓരോ ഇന്ദ്രിയങ്ങളും പറഞ്ഞു. അവസാനം മനസ്സുകൊണ്ട് പാടി. അതിനെയും അസുരന്മാർ വന്ന് കുറെ കഴിയുമ്പോൾ കളങ്കപ്പെടുത്തി. ഈ അസുരന്മാർ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും എന്നാണ്. എവിടെയെങ്കിലുമൊക്കെ ഒത്തിരി പഞ്ചസാര വെച്ച ഉറുമ്പ് വരില്ലേ, അതുപോലെയാണ് അവര്. എവിടെ അലൈവായിട്ട് ചൈതന്യമുണ്ടോ അവിടെ ഈ ഫോഴ്സും വന്നുകൊണ്ടേയിരിക്കും, തിന്നുകൊണ്ടേയിരിക്കും അത്. അവസാനം മുഖ്യപ്രാണനെ ഉണർത്തിവിട്ടു എന്നാണ്. ഈ മുഖ്യപ്രാണൻ കൊണ്ട് ഉദ്ഗീതം ചെയ്തപ്പോ അസുരന്മാരുടെ ആയുധങ്ങളൊക്കെ തന്നെ മൊനമ്പൊടിഞ്ഞു പോയി. എത്രയോടെ ഒന്നും പ്രയോജനപ്പെട്ടില്ല. മുഖ്യപ്രാണൻ ചിത്ശക്തി, അതുകൊണ്ട് പാടപ്പെടുന്ന വേദമന്ത്രങ്ങളാണ് സാമമെന്ന് പറയുന്നത്. ആ സാമഗാനം ഭഗവാൻ ഏറ്റവും ഹൃദ്യമായിട്ടുള്ളതാണ്. കീർത്തനങ്ങളിലൊക്കെ ജീവൻ വരുന്നത് ഈ മുഖ്യപ്രാണൻ അതിലുള്ളതുകൊണ്ടാണ്. മുഖ്യപ്രാണനോടുകൂടി വേദഗാനം ചെയ്യാം. സാമഗാനം മുഴുവൻ ഹാ വൂഹാ വൂഹാ വൂ. സാക്ഷാത്കാരം വരുമ്പോ യജുസ്സിൽ പോലും സാമഗാനാണ്. യജുർമന്ത്രത്തിൽ പോലും തൈത്തിരീയോപനിഷത്തില് ജ്ഞാനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോ ഹാ വൂഹാ വൂഹാ വൂ അഹമന്നമഹമന്നമഹമന്നം അഹമന്നാദോ ഹമന്നാദോ ഹമന്നാദ. ഞാൻ തന്നെ അന്നം, ഞാൻ തന്നെ അന്നാദൻ. അഹഗ് ശ്ലോകകൃത് അഹഗ് ശ്ലോകകൃത് അഹഗ് ശ്ലോകകൃത് അഹമസ്മി പ്രഥമജാർതാസ്യ പൂർവം ദേവേഭ്യോ അമൃതസ്യ നാഭായി. അഹമന്നമഹമന്നം, ഞാൻ അന്നമാണ്, ഞാൻ അന്നാദനാണ് എന്നുവെച്ചാൽ ചൈതന്യ ദർശനം മാറ്റർ വരയ്ക്കും വന്നു. ജഡപദാർത്ഥമൊക്കെ ഞാനാണ്. ജഡപദാർത്ഥത്തിന് ഭുജിക്കുന്നവനും ഞാനാണ്. അഹമസ്മി പ്രഥമജാർതാസ്യ, ഞാൻ ഈ സൃഷ്ടിയുടെ ഒക്കെ തന്നെ ഋതത്തിനൊക്കെ തന്നെ പൂർവജന്മാവാണ്. അമൃതസ്യ നാഭിഹി നാഭായി. അങ്ങനെയാണ് സാമഗാനം. ആ സാമഗാനം ഭഗവാൻ പറഞ്ഞു, ഞാൻ വേദത്തിലെ സാമവേദാണ്. സാമവേദം വൈദുഷ്യം, സംഗീതത്തിനൊക്കെ മൂലം സാമമാണ്. സാമവേദത്തിൽ നിന്നാണ് സംഗീതം വന്നത്. സാമവേദത്തിൽ നിന്നാണ് പല രൂപത്തിലുള്ള സംഗീതം പിരിഞ്ഞു വന്നത്. സാമഗാനം, സാമം എന്ന് പറഞ്ഞാൽ തന്നെ ശാന്തമെന്ന്, സമസ്ഥിതി. സാമവേദം കേട്ടുകൊണ്ടേയിരുന്ന മനസ്സങ്ങനെ സമാഹിതമായി സമാധിസ്ഥിതിയിലേക്ക് ലയമാകും. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു വേദാനാം സാമവേദോസ്മി. ദേവന്മാരിൽ ഞാൻ ഇന്ദ്രനാണ്. ദേവാനാമസ്മി വാസവ. ഇന്ദ്രിയാണാം മനഃ, ഇന്ദ്രിയങ്ങളില് ഞാൻ മനസ്സാണെന്ന് പറഞ്ഞു. മനസ്സ് ഇന്ദ്രിയാണോ? മനസ്സ് ഇന്ദ്രിയാണെന്ന്. മനസ്സാണ് ഇന്ദ്രിയം എന്നാണ്. ഈ കണ്ണ്, ചെവി, മൂക്കൊക്കെ വെറും ദ്വാരം, ഓട്ടകൾ മാത്രമാണ്.
ഈ ദ്വാരങ്ങളിലൂടെ, ഈ ഓട്ടകളിലൂടെ, ഈ തുളകളിലൂടെ പുറത്തേക്ക് വരണത്, സുഷിരങ്ങളിലൂടെ പുറത്തേക്ക് വരണത് ദ്വാരി ആയ മനസ്സാണ്. ശരീരം മുഴുവൻ ഒരു ദ്വാരക ആണ്. ഒരുപാട് ദ്വാരാണ്. ഇതൊരു ദ്വാരകയാണ്. എത്ര ദ്വാര? 9 ദ്വാരം മുഖ്യദ്വാരങ്ങളുണ്ട്, പിന്നെ ധാരാളം ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട്. ഇത്രയും ദ്വാരങ്ങളുള്ള ഒരു ഓട്ടപാത്രം. ആ ദ്വാരകാധീശനായിട്ട് അന്തര്യാമിയായി ഭഗവാൻ ഉള്ളിലിരിക്കുന്നുണ്ട്. അട്ടെ, അപ്പോ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ ദ്വാരങ്ങളാണ്. ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് വന്ന് ലോകത്തിനെ ഗ്രഹിക്കുന്ന ശക്തി മനസ്സായതുകൊണ്ട് ഇന്ദ്രിയാണാം മനഹാച്ച അഹമസ്മി. മനഃഷ്ഠാണി ഇന്ദ്രിയാണി എന്നാണ് പറയുന്നത്. മനസ്സോടുകൂടി 6 ഇന്ദ്രിയങ്ങൾ. അപ്പോ ഭൂതാനാമസ്മി, ഭൂതങ്ങളിൽ ഞാൻ ചേതനയാണ്. സർവഭൂതേഷു എന്താ യാ ദേവി സർവഭൂതേഷു ചേതനേത്യഭിധീയത്തെ. നമസ്തസ്യൈ 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 നമോ നമഃ. ചേതന, ഭൂതങ്ങളിൽ ഞാൻ ചൈതന്യമാണ്, ചേതനയാണ്, ജീവനാണ്. അടുത്ത ശ്ലോകം. രുദ്രാണാം ശങ്കരശാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശാസ്മി മേരുഃ ശിഖരിണാമഹം. രുദ്രന്മാര് 11 പേരാണ്. ആ 11 രുദ്രന്മാരിൽ ഞാൻ ശങ്കരനാണ്. രുദ്രന്മാര് ശിവന്റെ ഒരു പ്രത്യേക രൂപമാണ്. അവർ കരയും, അവർ കരയിപ്പിക്കും ഒക്കെ ചെയ്യുന്നതാണ്. അനേക രുദ്രന്മാരുണ്ട്. തീർത്ഥക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് വളരെ ജാഗ്രതയായിട്ടിരിക്കണം. രുദ്രന്മാർ പല രൂപത്തിലും നടന്നുകൊണ്ടിരിക്കും അത്ര തീർത്ഥക്ഷേത്രങ്ങൾ. യേ തീർത്ഥാനി പ്രചരന്തി സൃകാവന്തോ നിശങ്കിണഃ. പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും ഒക്കെ രുദ്രന്മാരുണ്ടാവുമെന്നാണ് വേദം പറയുന്നത്. ആ രുദ്രന്മാരിൽ ഏറ്റവും ശാന്തമായ ദക്ഷിണാമൂർത്തി സ്വരൂപമെന്ന് നമ്മൾ പറയുന്നു, സദാശിവൻ. അങ്ങനെയുള്ള സ്വരൂപമാണ് ശങ്കര. ശം കരോതി ഇതി ശങ്കര. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറഞ്ഞു രുദ്രാണാം ശങ്കരശാസ്മി. ഞാൻ രുദ്രന്മാരില് ശങ്കരനാണ് എന്ന് പറഞ്ഞു. രുദ്രാണാം ശങ്കരശാസ്മി വിത്തേശോ യക്ഷരക്ഷസാം. യക്ഷന്മാർക്കും രക്ഷസുകൾക്കും നേതാവാണ് കുബേരൻ. വിത്തേശൻ എന്ന് വെച്ചാൽ കുബേരൻ. കുബേരനാണ് ഞാൻ. വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം. അഷ്ടവസുക്കൾക്ക് വസൂനാം പാവക. വസുക്കളിൽ ഞാൻ അഗ്നിയാണ്. മേരുഹു ശിഖരിണാമഹം. പർവ്വതങ്ങളില് ഞാൻ മേരുപർവ്വതമാണ്, മഹാമേരുപർവ്വതമാണ്. അടുത്ത ശ്ലോകം. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദഃ സരസാമസ്മി സാഗരഃ. പുരോധസാം ച ആചാര്യന്മാരുടെ കൂട്ടത്തിൽ, പുരോഹിതന്മാരുടെ കൂട്ടത്തില് വിദ്ധി പാർത്ഥ ബൃഹസ്പതി. മുഖ്യനായ ബൃഹസ്പതിയാണ് ഞാൻ. ദേവപുരോഹിതനായ ബൃഹസ്പതി ഞാനാണ്. ബൃഹസ്പതിയായിട്ടിരിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് പുരോഹിതനെ വളരെ ജാഗ്രതയോടെ ഭക്തിയോടുകൂടെ ഭഗവത് സ്വരൂപമായിട്ട് കരുതിക്കൊള്ളണം. ബൃഹസ്പതിയെ ഇന്ദ്രൻ അപമാനിച്ചു. അപ്പൊ ബൃഹസ്പതി മറഞ്ഞുപോയി. അപ്പോഴാണ് ദേവന്മാരുടെ കഷ്ടകാലം മുഴുവൻ തുടങ്ങിയത്. ഭാഗവതത്തില് വരണു.
ബൃഹസ്പതി അപമാനിച്ചു. ബൃഹസ്പതി അപമാനിച്ചതോടുകൂടി ദേവന്മാരുടെ ശക്തി, ദേവന്മാര് ഉയർന്ന ജന്മമായിരുന്നിട്ടും അസുരന്മാർക്ക് ശക്തി കൂടിപ്പോയി. അപ്പോ ഒരു സമയം ദേവേന്ദ്രൻ ബൃഹസ്പതിയോട് ചെന്ന് ചോദിച്ചു, അസുരന്മാർക്ക് ഇത്രയധികം ശക്തി വരാൻ കാരണം എന്താ? അപ്പൊ പറഞ്ഞു, അസുരരാജാവായ മഹാബലി അവരുടെ ഗുരുവായ ശുക്രാചാര്യരുടെ അടുത്ത് വളരെ ഭക്തിയോടെ ഇരിക്കുന്നു. ശിഷ്യായ ഉപഭൃതം തേജ ഭൃഗുഭിഹി ബ്രഹ്മവാദിഭിഹി. ബ്രഹ്മവാദിയായ ഭൃഗു തന്റെ ശിഷ്യന് പ്രത്യേക ചില ശക്തികളും തേജസ്സും ഒക്കെ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇന്ദ്രൻ ബൃഹസ്പതിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്കും ഞങ്ങള് സാലറി തന്നു വെച്ചിരിക്കണു, ഞങ്ങൾക്ക് എന്താ വന്നത്? ഇനി തന്നെ കുഴപ്പം. അവിടെ മഹാബലി നല്ല ഭക്തിയോടെ ശ്രദ്ധയോടെ ഭഗവത് സ്വരൂപമായിട്ട് കരുതിക്കൊണ്ടാണ് ഗുരുവിന്റെ അടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് ബഹുമാനമില്ല, ബഹുമാനം ഉണ്ടെങ്കിലേ അത് വരുള്ളൂ, അല്ലെങ്കിൽ അത് തരാനൊന്നും പറ്റില്ല. അങ്ങനെയാണ് ദേവന്മാർക്ക് പോലും വൈഭവം നഷ്ടമായി പോയത്. അതുകൊണ്ട് പുരോദസാംശ ബൃഹസ്പതിം, സേനാനികളിൽ സ്കന്ദൻ, തം സ്കന്ദയിത്യാചക്ഷതേ. സ്കന്ദൻ ദേവസേനാപതിയാണ്. വാസ്തവത്തിൽ ഈ ദേവസേനാപതിയായ സ്കന്ദനെയാണ് നമ്മൾ തമിഴ്നാട്ടിൽ മുരുകൻ എന്ന് പറയുന്നത്. പക്ഷെ മുരുകൻ എന്നുള്ള കഥാപാത്രം പുരാണങ്ങളിലൊന്നും കാണില്ല. അവിടെ സ്കന്ദനാണ്, സുബ്രഹ്മണ്യൻ സ്കന്ദൻ. നാഗസ്വാമിയാണ് കർണാടകത്തിലൊക്കെ പോയാൽ. ഈ സുബ്രഹ്മണ്യൻ തന്നെയാണ് വേദത്തിൽ കാണുന്നത് സ്കന്ദനായിട്ട്. സ്കന്ദൻ തന്നെയാണ് സനത് കുമാർ. ഉപനിഷത്ത് പറയുന്നു, സനത് കുമാരൻ നാരദനെ ഉപദേശിച്ചിട്ട് പറഞ്ഞു, തം സ്കന്ദ ഇത്യാചക്ഷതേ തസ്മൈ മൃതിതകഷായായ തമസഃ പാരം ദർശയതി ഭഗവാൻ സനത് കുമാരഃ. സനത് കുമാരനെയാണ് സ്കന്ദൻ എന്ന് പറയണത് എന്ന് പറഞ്ഞു. അതെന്താ കഥ? സനത് കുമാരൻ എങ്ങനെ സ്കന്ദനായെന്ന് വെച്ചാൽ, സനത് കുമാരൻ ഈ വേദം കുറെ കേട്ടു അത്രയും. ഒരുപാട് നിയമങ്ങൾ വിധികളുണ്ട്. നമുക്ക് സമ്പ്രദായമൊന്നും അറിയാത്തതുകൊണ്ട് പലതും പലപ്പോഴും അറിയില്ല. സന്യാസികൾ, ബ്രഹ്മചാരികൾ, നൈഷ്ഠിക ബ്രഹ്മചാരികൾ, പരമഹംസ സന്യാസികളൊക്കെ വേദത്തിലുള്ള പൂർവ്വഭാഗം കേൾക്കാനേ പാടില്ല എന്നാണ് സന്യാസത്തിന് വന്നു കഴിഞ്ഞാൽ. എന്താന്ന് വെച്ചാൽ അതിൽ യുദ്ധം, ലൗകിക വിഷയങ്ങൾ, ഗൃഹസ്ഥധർമ്മങ്ങൾ ഒക്കെ ഉണ്ടാവും. ഇതൊന്നും കേൾക്കാൻ പാടില്ല എന്നാണ്. ഒരിക്കലും സനത് കുമാരൻ അത് കേട്ടപ്പോ യുദ്ധം ചെയ്യുന്നതായിട്ടും ദേവാസുര സയ്യത്താസൻ ഇടയ്ക്കിടയ്ക്ക് വേദം പറയും. ആ യുദ്ധത്തിൽ താൻ നിൽക്കുന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടു. അപ്പൊ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഇപ്പൊ ഞാൻ സ്വപ്നം കാണുമെന്ന് പതിവില്ല, ഒരു സ്വപ്നം കണ്ടു. ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങ് സത്യസങ്കല്പനാണല്ലോ, സത്യസങ്കല്പന്മാർക്ക് ഒരു സ്വപ്നം കണ്ടാൽ നടക്കാതെ നിവൃത്തിയില്ല, അപ്പൊ എന്ത് ചെയ്യും? നടന്നേ വെക്കൂ. നടക്കാൻ നടന്നോട്ടെ എന്ന് വെച്ചു. അതൊന്നും കണക്കാക്കിയില്ല. അപ്പോഴാണ് ശിവനും പാർവതിയും കൂടെ ഇങ്ങനെ ആകാശത്തിൽ പോണത്. പാർവതി ദേവി സനത് കുമാറിനെ കണ്ടപ്പോ പറഞ്ഞു, എന്തൊരു തേജസ്, എന്തൊരു ബ്രഹ്മനിഷ്ഠ, ഒന്നു പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. ഇപ്പൊ ശിവനെയും കൂട്ടിക്കൊണ്ടുവന്നു. ശിവൻ വന്നപ്പോ സനത് കുമാറിന് ഒരു വ്യത്യാസവുമില്ല, ബഹുമാനമോ അപമാനമോ ഒന്നുമില്ല, സർവ സമഭാവം, ഒരു ചലനമില്ലാതെ നിർവികൽപ്പമായിട്ടിരിക്കാം. അപ്പൊ ശിവൻ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും വരം തരണമെന്നോ? സനത് കുമാരൻ പറഞ്ഞു, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ വരം, ഒന്നും വേണ്ട. അല്ല, എന്നാൽ ഇപ്പൊ ഞങ്ങൾക്കൊരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, ആരുടെയെങ്കിലും മുമ്പ് ചാടിയ എന്തെങ്കിലും വരമോ ശാപമോ എന്തെങ്കിലും കൊടുക്കണം, വരം നിവൃത്തിയില്ല, ദേവന്മാരുടെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ശിവൻ. അപ്പൊ പറഞ്ഞു, എനിക്ക് ചോദിക്കാനൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ വല്ലതും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അത്രേ പാർവതി പരമേശ്വരന്മാരോട്. അപ്പൊ പാർവതി ദേവി ശിവനോട് പറഞ്ഞു, ഇതാണ് അദ്ദേഹം സനത് കുമാരൻ നമുക്ക് പുത്രനായിട്ട് ജനിക്കണമെന്ന് ചോദിക്കുന്നു. അപ്പൊ ശിവൻ പറഞ്ഞു സനത് കുമാരന്റെ അടുത്ത്, നീ ഞങ്ങൾക്ക് പുത്രനായിട്ട്, എനിക്ക് പുത്രനായിട്ട് ജനിക്കണമെന്ന്, ഞങ്ങൾക്കെന്നല്ല. അപ്പൊ സനത് കുമാരൻ പറഞ്ഞു, എന്നാ അങ്ങനെ ആവട്ടെ, നിങ്ങൾക്ക് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് സ്വയം പ്രസവിക്കാൻ വല്ല വഴിയുണ്ടോ നോക്കിക്കോളൂ, സ്ത്രീ ഗർഭത്തിൽ ഞാൻ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശിവന്റെ ഭ്രൂമധ്യത്തിൽ നിന്നും സ്കന്ദൻ ഉണ്ടായത് എന്നാണ്. ജ്യോതിർമയമായിട്ട് ജ്ഞാനാഗ്നിയിൽ നിന്നും
ജനിച്ചത് എന്നാണ് കഥ സുബ്രഹ്മണ്യന്റെ. അപ്പോ തം സ്കന്ദ ഇത്യാചക്ഷതേ സനത്കുമാര. അദ്ദേഹമാണ് സ്കന്ദൻ. സേനാനീനാം, അങ്ങനെയാണ് ദേവസേനാപതിയായിട്ട് വരുന്നത്. സേനാനീനാമഹം സ്കന്ദ. സരസ്, സരസ് എന്ന് വെച്ചാൽ ലേക്ക്, അതിൽ സാഗരമാണ്. സരസുകളൊക്കെ സാഗരമാണോ? സാഗരവും ഒരു സരസാണെന്നാണ് പറയുന്നത്. വലിയ സരസ്. തിരുവണ്ണാമലയില് ഒരു ഏരി എന്ന് പറയും തമിഴ്നാട്ടില്. ലേക്കിന് നമ്മളെന്താ പറയാ, കായലിന് കായൽ എന്ന് പറയാൻ വയ്യ, വലിയ കുളം, വലിയ ബൃഹത്തായിട്ടുള്ള കുളം. എന്താ തടാകം എന്ന് പറഞ്ഞാൽ കുളം തന്നെ അല്ലേ? തടാകം എന്ന് പറഞ്ഞാൽ വലിയ കുളം, അത്രയേ ഉള്ളൂ. അപ്പൊ അതിനെയാണ് അവർ ഏരി എന്ന് പറയാം. അത് വളരെ വലുതാവുമ്പോ അതിന് ഏരി എന്ന് പറയും. സമുദ്രം ഏരി എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്ഥലം തിരുവണ്ണാമല. എന്താ സമുദ്രം ഏരി വരാൻ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ റാണിക്ക് കടൽ കാണണമെന്ന് ആഗ്രഹം അത്രയും. അപ്പൊ കുറെ ദൂരം പോകാൻ വയ്യ. അപ്പൊ ഒരു കടൽ വെട്ടിക്കാണിച്ചു കൊടുത്തതാണ്. ഏകദേശം ഇതുപോലെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കുറെ വലുതായിട്ട് ഒരു സരസ് ഉണ്ടാക്കിയെന്നാണ്. ആ സരസാണ്. അപ്പൊ സമുദ്രമോ വാസ്തവത്തിൽ മുകളിൽ പോയി നോക്കി അതൊരു സരസാണ്. അത്രയും വലിപ്പമുള്ള ഒരു രൂപം ഉണ്ടെങ്കിൽ അതൊരു സരസല്ലേ? സരസാമസ്മി സാഗര. സരസുക്കളിൽ ഞാൻ സാഗരമാണ്. അടുത്തത് മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. മഹർഷീണാം ഭൃഗുഹു. മഹർഷികളിൽ ഞാൻ ശുക്രാചാര്യരാണ്. ശുക്രാചാര്യർക്കും ഭൃഗു ഭാർഗവൻ എന്ന് പേരുണ്ട്. ഭൃഗു മഹർഷി ഭഗവാനെ തന്നെ പരീക്ഷിച്ച ഭൃഗുണ്ട്. ആ ഭൃഗു ഭഗവാന്റെ നെഞ്ചിലേക്ക് ചവിട്ടി നോക്കി വിഷ്ണുവിനെ. അപ്പൊ ഭഗവാന് അങ്ങനെയാ അത്ര ഇവിടെ ശ്രീവത്സം വന്നു തോന്നുന്നു. ഭൃഗു ചവിട്ടിയിട്ട് വിഷ്ണു അപ്പോ അങ്ങയുടെ കാല് വേദനിച്ചു പോകുമെന്ന് പറഞ്ഞ് പാദത്തില് തടവിക്കൊടുത്തു അത്രേ. വിഷ്ണുവാണ് 3 ദേവതകളിലും ശാന്തനെന്ന് ഭൃഗു തീരുമാനിച്ചു. ബാക്കി 2 പേർക്ക് ദേഷ്യം വന്നു എന്നാണ്. ഭൃഗു പോയ സമയത്ത് രുദ്രനും ബ്രഹ്മാവനും ദേഷ്യം വന്നു അത്രേ. അപ്പൊ ആ ഭൃഗു നമ്മുടെ പാർട്ടിയാണെന്നാണ് പറയുന്നത് ഭഗവാൻ. മഹർഷീണാം ഭൃഗുരഹം. ഭാർഗവൻ വൈഷ്ണവഗോത്രോദ്ഭവനാണ്. അതുകൊണ്ട് ഭൃഗു മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മി ഏകം അക്ഷരം. വാക്കുകളിൽ ഞാൻ പ്രണവമാണ്. ബീജാക്ഷരങ്ങളൊക്കെ ഏകാക്ഷരങ്ങളാണ്. 2 അക്ഷരമായ അത് മന്ത്രമാവും, നാമമാവും, ശബ്ദമാവും. ഓരോരോ അക്ഷരമായാൽ ഏതൊന്നും ബീജമായിട്ട് തീരും. ഓരോരോ അക്ഷരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഒരക്ഷരം മാത്രമായിട്ട് ജപിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. എന്താണെന്ന് വെച്ചാൽ ബീജാക്ഷരമായിട്ട് തീർന്നു, ബീജമായിട്ട് ശബ്ദ ധ്വനി മാത്രമായിട്ട്. ഏകമക്ഷരം, ഏകമക്ഷരം ആത്മാവാണ്. ആത്മാവിന്റെ സ്വരൂപം തന്നെ ഏകമക്ഷരം, ഏകമായ അക്ഷരമാണ്. വാക്കുകളിൽ ഞാൻ പ്രണവമാണ്. പ്രണവം ഏകാക്ഷരാണല്ലോ. ഇതൊക്കെ വിസ്തരിച്ച് പറയേണ്ട ശ്ലോകങ്ങളാണ്. അത് നമ്മൾ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഇത് വീണ്ടും സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം. ഞാൻ ഓർമ്മ വെച്ചിട്ടൊന്നും പറയില്ല. നിങ്ങൾ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്ലോകങ്ങൾ ജപയജ്ഞം ഈരാമസ്മി ഏകമക്ഷരമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് വല്ല സാധ്യത ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പിന്നെ നോക്കാം. ഗിരാമസ്മി ഏകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളിൽ ഏറ്റവും എളുപ്പമാണ് ജപം. ഭഗവൻ നാമം ജപം ചെയ്യും. ജപാത് സിദ്ധി, ജപാത് സിദ്ധി, ജപാത് സിദ്ധി. ഭഗവൻ നാമത്തിനെ ജപിച്ചാൽ മതി. വേറൊന്നുമില്ലെങ്കിലും ഏകമക്ഷരം നിരന്തരം ഹൃദയത്തിൽ ജപിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവൻ നാമത്തിന് വിടാതെ ജപിച്ചുകൊണ്ടിരിക്കുക.
അനേക അക്ഷരങ്ങളിൽ ഏകാക്ഷരം. അനേക അക്ഷരങ്ങളെ പല വിധത്തിൽ മാറ്റുന്നതാണല്ലോ മന്ത്രം. ആ മന്ത്രങ്ങളെ നിരന്തരം ഉരുവിട്ടാണ് അതിൽ ചൈതന്യം പ്രവേശിക്കണത്, അതിൽ ചിത്ത് പ്രവേശിക്കണത്. ഇന്നിപ്പോ നമ്മുടെ ശാരദാ അഷ്ടകം എന്ന് പറഞ്ഞൊരു സ്തോത്രം യജ്ഞപ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ആത്മതീർത്ഥം എഴുതിക്കൊണ്ടേ വരുമ്പോൾ കുറേ ശ്ലോകങ്ങൾ, നമ്മളുടെ ശ്ലോകങ്ങൾ അതിനുള്ളുണ്ട്. അപ്പൊ അതില് ഭിക്ഷാസ്തോത്രം, അന്നപൂർണേശ്വരി ഭിക്ഷാസ്തവം പോലെ എഴുതി വന്നപ്പോഴാണ് ശാരദാ ഭിക്ഷാസ്തവം എന്ന് പറഞ്ഞ് ഭിക്ഷാന്തേഹി വിധീന്ദ്ര ദിവ്യമഹിളേ എന്ന് തുടങ്ങുന്ന സ്തോത്രം. 8 ശ്ലോകങ്ങളുണ്ടായില്ല. അത് ലാസ്റ്റ് ലൈന് ചിദ്ഗർഭാങ്കിത വൃത്തികാമയി ഭജേ ത്വാമേവ യോഗാംബികെ എന്നാണ് അവസാനം. ചിദ്ഗർഭാങ്കിത വൃത്തിക, ചിത്തവൃത്തിയില് ചിത്ത് പ്രവേശിക്കുമ്പോഴാണ് ചിദ്ഗർഭാങ്കിത വൃത്തികയാവുന്നത്. ചിത്തിനെ ഗർഭത്തില് വച്ചുകൊണ്ടുള്ള ചിത്തവൃത്തി. ചിദ്ഗർഭാങ്കിത വൃത്തികാമയി ഭജേ. അപ്പൊ ചിത്തത്തില് ചിത്തവൃത്തി ചിത്തിനെ ഗർഭം ധരിക്കുകയാണ്, ബോധത്തിനെ ഉള്ളിൽ അടക്കം ചെയ്യാണ്. അങ്ങനെ അടക്കിക്കൊണ്ടിരിക്കുന്ന വൃത്തി ആവുന്നതാണ് ജപം. ഉരുവിട്ട് ജപം സിദ്ധിയാവുക എന്നൊക്കെ പറയണത് അതാണ്. ജപം മന്ത്രത്തിന്റെ ഉള്ളില് ഭഗവാൻ പ്രകാശിക്കുന്നു, മന്ത്രരൂപത്തില് ഭഗവാൻ പ്രകാശിക്കുന്നു. അപ്പോ ജപയജ്ഞോസ്മി, ജപയജ്ഞം ഞാനാണ്. സ്ഥാവരാണാം ഹിമാലയ, അനങ്ങാതെ നിൽക്കുന്നതാണ് സ്ഥാവരം, അനങ്ങണത് ജംഗമം. അനങ്ങാതെ നിൽക്കുന്നതിന് മലയാണല്ലോ, മലകള്. ഇപ്പൊ മലകളൊന്നും കാണാനില്ല, മല മുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള സ്ഥലത്തൊക്കെ മലയെ വീഴുകയാണ്. എവിടെ നോക്കിയാലും JCB, അതിനേക്കാളും വലിയ സ്ഥാപനങ്ങള്. ഈ കഴിഞ്ഞ ജന്മത്തിൽ എലിയായിട്ടുള്ളവരാണ് അതൊക്കെ കണ്ടുപിടിക്കണമെന്ന് തോന്നുന്നു. മാന്ത എന്ത് കണ്ടാലും മാന്തണം തോന്നും അവർക്ക്. ഒരു കഴിഞ്ഞ ജന്മത്തിൽ പെരിച്ചാഴിയായിട്ടൊക്കെ ഇരുന്നവരായിരിക്കും ഈ ജന്മത്തിൽ പെട്ടെന്ന് പെരിച്ചാഴി ഭാവം തോന്നിയിട്ട്, ചിലർക്ക് വിഷ്ണുഭാവം ശിവഭാവമൊക്കെ വരുന്ന പോലെ ഈ കൂട്ടർക്ക് പെരിച്ചാഴിയായിട്ട് മാറിയിട്ട്, സാധാ പെരിച്ചാഴിയല്ല, വലിയ വലിയ ചാഴി. അവരാണ് ഈ JCB ഇതൊക്കെ കണ്ടുപിടിച്ച് മലയൊക്കെ മാന്തിയെടുത്ത് മലയൊക്കെ റോഡായി മാറണം. ചില സ്ഥലങ്ങളൊന്നും മലയൊന്നും കാണാനില്ല. മനുഷ്യ ജന്മം വരുമ്പോഴേക്കും എല്ലാ പ്രാണികളും അതിനകത്തുണ്ടാവുകയും. അപ്പൊ ചിലർക്കൊക്കെ ചിലപ്പോൾ ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ അവർ കടന്നു വന്ന ഏതെങ്കിലും ഒരു ക്രീച്ചർ തലതൂക്കും, പൊക്കി നിൽക്കും. അപ്പൊ ചിലപ്പോൾ അതിന്റെ സംസ്കാരത്തിനനുസരിച്ച്, ഞാൻ തമാശ പറയല്ല, അത് തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഞാൻ വാസ്തവമായിട്ട് തന്നെയാണ് പറയണത്. ആ ജന്മം ചിലപ്പോൾ അതിന് ബുദ്ധിയും കൂടെ ചേർന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ എലിക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ട് അത്യാവശ്യം പച്ചമുളക് അരിയും മാന്തിയിട്ട് നിർത്തണു, അതിനൊരു JCB കണ്ടുപിടിച്ചാൽ നമ്മളുടെ വീട് എന്താവും എന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ടാണ് ഭഗവാൻ അതിനൊന്നും ബുദ്ധി കൊടുക്കാത്തത്. അതിന് ബുദ്ധി കൊടുത്തു കഴിഞ്ഞാൽ കെട്ടേണ്ട താമസം കൊണ്ടുപോകും. കുറച്ചു ദിവസം വിട്ടിട്ട് പോയാൽ അവരാണ് താമസക്കാരെ ഏത് സ്ഥലത്തിലും. അവർക്ക് ഈ ബുദ്ധിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരാണ് മനുഷ്യരുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് മലമന്ത. മദ്രാസിലിപ്പോ പോയപ്പോ, ഒരു 6 മാസം മുമ്പ് പോയപ്പോ ഒരു 12 നില കെട്ടിടം ഉണ്ടായിരുന്നു. ഇപ്പൊ കെട്ടിയതാ. കെട്ടിക്കഴിഞ്ഞപ്പോ അവർക്ക് തോന്നിയത്ര ഇത് ശരിയില്ല എന്ന്. രണ്ടാമത് പോകുമ്പോ കാണാനില്ല. അത് പൊളിക്കാൻ 10 കോടി രൂപ ചെലവാക്കി എന്നാണ് പറഞ്ഞത്. ഞാൻ താമസിക്കുന്ന വീട്ടിന്റെ അടുത്തുള്ളതാണ്. അക്രമം നോക്കൂ. അപ്പൊ മലയെന്നാണ് ഇപ്പൊ നമ്മളതിലേക്ക് വന്നത്. മലകളിൽ ഭഗവാൻ പറഞ്ഞു ഞാൻ ഹിമാലയമാണ് എന്നാണ്. സ്ഥാവരാണാം ഹിമാലയ. അടുത്തത് അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. വൃക്ഷങ്ങളില് ഞാൻ അശ്വത്ഥമാണ്.
അശ്വത്ഥം എന്ന് വെച്ചാൽ നാളേക്ക് നിൽക്കാത്തതെന്നാണ് അർത്ഥം. പക്ഷെ ചിരഞ്ജീവി എന്നും അർത്ഥം പറയേണ്ടത് ഇവിടെ. എന്തായാലും അരയാൽ മരം വൃക്ഷങ്ങളിൽ ഞാനാണ്. ഒരു രസമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭാരതത്തിന് പുറത്ത് ഇത് കാണാനില്ല എന്നാണ്. ചില വൃക്ഷങ്ങളൊന്നും തന്നെ പുറമേക്ക് പല സ്ഥലങ്ങളും പല രാജ്യങ്ങളിലും ഇല്ല. തുളസി അവിടെ ഇല്ല, പുറത്തു പോയി കഴിഞ്ഞില്ല. ബേസിൽ എന്ന് പറയണ്ട, അത് തുളസിയൊന്നുമല്ല അല്ലേ, തുളസിയൊന്നുമല്ല. ഈ അശ്വത്ഥം ഇവിടെ ഉള്ളൂ, തുളസി ഇവിടെ ഉള്ളൂ. ഏഷ്യാറ്റിക് കൺട്രീസിൽ വേറെ എവിടെയെങ്കിലും പിന്നെ കുറച്ചുണ്ടാവുമായിരിക്കും, പുറത്ത് ഇല്ല. വേറെ എന്തൊക്കെയോ ടൈപ്പ് ഉണ്ട്. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ അശ്വത്ഥം എന്ന് പറയുന്നത് അവിടെ ഇല്ല. അശ്വത്ഥ സർവവൃക്ഷാണ്, ഇതൊക്കെ ദേവവൃക്ഷങ്ങളാണ്. അശ്വത്ഥ പ്രദക്ഷിണം, അശ്വത്ഥ ജ്ഞാനികളാണ് വൃക്ഷത്തിന്റെ നടുവിൽ. അവർ ജ്ഞാനികളും ആ യോഗികളും ഒക്കെയാണ് അത്രയും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അശ്വത്ഥത്തിന് പ്രദക്ഷിണം ചെയ്യുക, നമസ്കരിക്കുക, പൂജിക്കുക. എന്തൊക്കെ സംസ്കാരമാണ് നമുക്കിപ്പോ പോയിരിക്കണം. എത്ര അശ്വത്ഥമാ പഴക്കി എറിഞ്ഞിരിക്കണം അറിയോ, റോഡ് കെട്ടാൻ വേണ്ടിയിട്ട്. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദ, ദേവർഷികളിൽ ഞാൻ നാരദനാണ്. ദേവർഷികളിൽ എല്ലാവർക്കും സമ്മതമായിട്ടുള്ള നാരദൻ ഞാനാണ്. ഗന്ധർവാണാം ചിത്രരഥ, ഗന്ധർവന്മാരിൽ ഏറ്റവും സുന്ദരനാണ് ചിത്രരഥൻ. സൗന്ദര്യത്തിന് ഗന്ധർവന്മാർ മുഖ്യരാണ്. അതുകൊണ്ട് ചിത്രരഥ. സിദ്ധാനാം കപിലോ മുനി, സിദ്ധന്മാരിൽ ഞാൻ കപില ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ കപിലനെ ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് പറഞ്ഞു. അടുത്തത് ഉച്ചൈശ്രവസമശ്വാനാം വിദ്ധിമാമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ചനരാധിപം. കുതിരകളിൽ ഉച്ചൈശ്രവസ് എന്നൊരു കുതിര സമുദ്രം കടഞ്ഞപ്പോ വന്നതാണ്. അമൃതത്തിനായി കടൽ കടഞ്ഞപ്പോ പൊന്തിയതാണ് ഉച്ചൈശ്രവസ്. ആ ഉച്ചൈശ്രവസ് ഞാനാണ്. ഈ കുതിര എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെ ഉപനിഷത്ത് വർണ്ണിക്കുന്നുണ്ട്. ചാന്തോക്യ ബൃഹദാരണ്യമൊക്കെ തുടങ്ങുമ്പോൾ അവിടെ അശ്വമേധ യാഗത്തിനെ പറഞ്ഞിട്ട് ഈ വിശ്വം തന്നെ അശ്വമാണെന്നൊക്കെ പറയണ്ട. അത് നമുക്കിപ്പോ ഇവിടെ പറയാനൊന്നും പറ്റില്ല. ഉച്ചൈശ്രവസം അശ്വാനാം ഐരാവതം, ആനകളിൽ ഞാൻ ഈ ഗജേന്ദ്ര ഐരാവതമാണ്. ഇന്ദ്രന്റെ 4 ആനയായ ഐരാവതമാണ് ഞാൻ. ഐരാവതം വെളുത്ത ആനയാണ്. നരാണാം ച നരാധിപം, മനുഷ്യരിൽ ഞാൻ മനുഷ്യർക്ക് വേണ്ട നന്മയൊക്കെ ചെയ്തു കൊടുത്ത് സംരക്ഷണം ചെയ്യുന്ന രാജാവ് ഞാനാണ്. ഇതൊക്കെ പഴയകാലത്തുള്ള വിശ്വാസമാണ്. രാജ്യഭരണം ചെയ്യുന്ന രാജാവ്, നരാധിപനായ രാജാവ് ഭഗവാന്റെ സ്വരൂപമാണെന്നാണ്. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നപ്പോ രാമേശ്വരത്തില് പാമ്പൻ പാലം കഴിഞ്ഞാൽ വലതുവശത്തേക്ക് പോയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് പേര് കുന്തുകാൽ എന്നാണ് പേര് തമിഴില്. അവിടെയാണ് വിവേകാനന്ദ സ്വാമി അമേരിക്കയിൽ ഷിക്കാഗോ വിജയമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇറങ്ങിയത്. അപ്പൊ അന്നത്തെ രാജാവ് സേതുപതി, അദ്ദേഹം വിവേകാനന്ദ സ്വാമിയെ അവിടെ വെച്ച് വരവേറ്റു. ഭാസ്കര സേതുപതി അവിടെ വെച്ച് വരവേറ്റു. അപ്പൊ ഞാൻ വിചാരിച്ച വിവേകാനന്ദ സ്വാമി കാലുകുത്തിയത് കൊണ്ടാണ് കുന്തുകാലിന് പേര് വന്നത് എന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ല കഥ. സ്വാമി വന്ന് ബോട്ടിൽ ഇറങ്ങുമ്പോ, കപ്പലിൽ നിന്ന് ബോട്ടിലേക്ക് വന്നു, ബോട്ടിൽ വന്ന് അവിടെ വന്ന് ഇറങ്ങുമ്പോ ഭാസ്കര സേതുപതി അന്നത്തെ രാജാവ് സ്വാമിയുടെ മുമ്പിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ബോട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങുമ്പോ അങ്ങയുടെ കാല് എന്റെ തലയിൽ വെക്കാന്ന് പറഞ്ഞിട്ട് കാല് കുന്തിയിരുന്നു, അത്രേ മുട്ടുകുത്തിയിരുന്നു. അങ്ങനെയൊരു സംസ്കാരമുള്ള രാജ്യമാണ്. മുട്ടുകുത്തിയിരുന്ന് സ്വാമികളുടെ അടുത്ത് ആ കാല് എന്റെ തലയിൽ വെച്ചുകൊണ്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു അത്രേ. അപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, നരാണാം ച നരാധിപം. ഭഗവാൻ ഗീതയിൽ പറയണു, രാജാവ് എന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. അതുകൊണ്ട് രാജാവിന്റെ ശിരസില് കാല് വെക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അത്ര ചോട്ടിലിറങ്ങിയത്.
എന്നിട്ട് സ്വാമിയെ വണ്ടിയിൽ വെച്ച് ഭാസ്കര സേതുപതി രാജാവ് വണ്ടി വലിച്ചു ആ വിജയത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നരാണാം ച നരാധിപം ആയുധാനാമഹം വജ്രഃ ധേനൂനാമസ്മി കാമധുക് പ്രജനശ്ചാസ്മി കന്ദർപ്പഃ സർപ്പാണാമസ്മി വാസുകിഃ. ഇന്ദ്രന്റെ ആയുധമായ വജ്രം, ഏറ്റവും പവർഫുൾ വെപ്പൺ, അത് ഞാനാണ്. ന്യൂക്ലിയർ പവറൊക്കെ തന്നെ ഭഗവാൻ ഞാനാണെന്നാണ് പറയണത്. എന്നുവെച്ചാൽ അതൊക്കെ ഓരോ സയന്റിസ്റ്റിന്റെ ബുദ്ധിയിൽ തോന്നിപ്പിച്ച് അവരെ കൊണ്ട് കണ്ടുപിടിപ്പിച്ചതൊക്കെ ഞാനാണ്. അതിനുവേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു കൊടുത്തതൊക്കെ ഞാനാണ്. എന്തിനാ ഇതൊക്കെ ഭഗവാനെ ചെയ്യണത്? സമയം വരുമ്പോ ഒക്കെ കൂടെ ഒന്നിച്ചു കൊളുത്തിവിടണം, എളുപ്പത്തിൽ കാര്യം നടത്താൻ. സംഹാരം എന്റെ പണിയാണല്ലോ. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ സൗകര്യം വരുമ്പോ ഇതൊക്കെ കൂടെ ഒന്നിച്ചങ്ങോട്ട് പൊട്ടിക്കും. ഒരു കരിമരുന്ന് പ്രയോഗം. അതുകൊണ്ട് ആയുധാനാമഹം വജ്രഃ, വജ്രം ഞാനാണ്. ധേനൂനാമസ്മി കാമധുക്, കാമധേനു, ആഗ്രഹങ്ങളെയൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന കാമധേനു, ആ ദേവ പശുവായ കാമധേനു ഞാനാണ്. ജീവികളിൽ സന്താനോത്പാദനത്തിനായിട്ടുള്ള കാമേച്ഛ, വെറും സങ്കല്പ കാമേച്ഛയല്ല, ഡിസയർ അല്ല, മൈൻഡിന്റെ അല്ല, ധാർമ്മികമായി പ്രജോത്പത്തിക്കായിട്ടുള്ള ശക്തിവിശേഷം ഞാനാണെന്നാണ്. അതാണ് അന്ന് പറഞ്ഞത്, ഇത് വ്യാജാണെന്നാണ്. കുട്ടികൾ ജനിക്കുന്നത് ഡിസയർ കൊണ്ടോ മൈൻഡ് കൊണ്ടോ ഇവന്റെ സാമർത്ഥ്യം കൊണ്ടോ ഒന്നുമല്ല, ഈശ്വരനീയത്തിയാണ്. പ്രജനശ്ചാസ്മി കന്ദർപ്പഃ സർപ്പാണാമസ്മി വാസുകിഃ. സർപ്പങ്ങളിൽ ഞാൻ വാസുകിയാണ്, സർപ്പങ്ങളില് ഞാൻ വാസുകിയാണ് എന്ന് പറഞ്ഞു. ഈ വാസുകിയാണ് മന്ദരപർവ്വതത്തിന് കയറായിട്ട് കെട്ടിയത് അല്ലേ? അതാണ് ശിവന്റെ കഴുത്തിലിരിക്കണത്. സർപ്പാണാമസ്മി വാസുകി. എന്തൊക്കെ ഭഗവാന്റെ അടുത്ത് പോകുന്നു അതൊക്കെ ഭഗവാൻ അനന്തൻ. നാഗങ്ങളില്, സർപ്പങ്ങളിൽ വാസുകി. ഇതിന് രണ്ടിനും ഇപ്പൊ വ്യത്യാസം ഉണ്ടെന്നാണ്. സർപ്പാണാമസ്മി വാസുകി. ഈ വാസുകിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ദ്രൻ അഗ്നി അങ്ങനെ കാണ്ഡവദാഹം ചെയ്യുമ്പോ വന്ന് രക്ഷിക്കാൻ, വാസുകിയെ രക്ഷിക്കാൻ നോക്കുകയാണ്. വാസുകി അതിനകത്തുണ്ട്. ശിവന്റെ കഴുത്തിലിരിക്കുന്ന നാഗം ഭഗവാന്റെ അടുത്തിരിക്കുന്നത് തന്നെ അത് വിശേഷം കൊണ്ടാണ്. ഈശ്വര സാന്നിധ്യം. ഒരു തമിഴ് പാട്ടുണ്ട്, പഴയ തമിഴ് പാട്ട്. ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പ് ഗരുഡനെ കൊണ്ട് ചോദിച്ചു അത്രേ, ഗരുഡാ സൗഖ്യമാ എന്ന് ചോദിച്ചു. പക്ഷെ ഭഗവാന്റെ അടുത്തിരിക്കുമ്പോ ഭയമല്ലല്ലോ. ആ വാസുകി ഞാനാണ് എന്ന് പറഞ്ഞു. അനന്തശാസ്മിനാഗാനാം വരുണോ യാദസാമഹം പിതൃണാമര്യമാചാസ്മി യമഃ സംയമതാമഹം. അനന്തശാസ്മി നാഗാനാം, നാഗങ്ങളിൽ ഞാൻ അനന്തനാണ്. പത്മനാഭസ്വാമി അനന്തന്റെ മേലെയാണല്ലോ കിടക്കുന്നത്. അവിടെ പണ്ട് അനന്തം കാടായിരുന്നു അത്രേ. ആ കാടില് അനന്തനുണ്ടായിരുന്നു. അവിടെയാണ് ഭഗവാന്റെ സാന്നിധ്യം കണ്ടത്. അപ്പൊ അനന്തശാസ്മി നാഗാനാം, നാഗങ്ങളിൽ ഞാൻ അനന്തനാണ്. യാദസകൾ, ജലജീവികളിൽ ഞാൻ വരുണനാണ്. പിതൃക്കളിൽ അര്യമാവ് ഞാനാണ്. പിതൃണാം അര്യമാചാസ്മി. യമഃ സംയമതാമഹം. സംയമിക്ക, ഡിസിപ്ലിൻ ചെയ്യുക, ലോകത്തിനെ മുഴുവൻ അടക്കുക, നിയമനം ചെയ്യുന്ന ആളാണ് യമൻ. സമയത്തിന് കൊണ്ടുപോകാൻ അദ്ദേഹം വന്നാലേ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ദിവസം സന്ധ്യാവന്ദനത്തിൽ യമായ ധർമ്മരാജായ മൃത്യവേ ചാന്തകായ ച വൈവസ്വതായ കാലായ സർവഭൂതക്ഷയായ ച തെക്കോട്ട് നോക്കി നമസ്കരിക്കാം. എന്തിനാ? സമയത്തിന് വന്ന് കൊണ്ടുപോകണം. ലേറ്റാക്കരുത്, സമയത്തിന് വന്ന് കൊണ്ടുപോകണം. അദ്ദേഹം
സമയമാവുമ്പോ അദ്ദേഹത്തിന് വണ്ടി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. സംയമനീപതിയാണ് യമസംയമതാമഹം. അടുത്തത് പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലഃ കലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. അസുരന്മാരിൽ ഞാൻ പ്രഹ്ലാദനാണ്. ഭാഗവതം നോക്കിയാൽ അറിയാം നമുക്ക്. നാരദൻ വന്ന് അവസാനം ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് മൂട്ടിക്കൊടുക്കുന്നത് അതാണ്. ഹിരണ്യകശിപു അവസാനം ഇത്തിരി ഒന്ന് മാറണ പോലെ തോന്നി. ഹിരണ്യകശിപു പറഞ്ഞു, ഈ കുട്ടിയുടെ ഉള്ളിൽ എന്തോ ഒരു വൈഭവമുണ്ട്, ഞാൻ എത്ര ദ്രോഹിച്ചാലും അവനൊന്നും പറ്റണില്ല, ഒന്നുമില്ലെങ്കിൽ എന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് ഹിരണ്യകശിപു വിചാരിച്ചിരിക്കുമ്പോൾ നാരദൻ പറഞ്ഞു, അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പോ പറഞ്ഞു, അത് വൈഭവം കാരണമൊന്നുമല്ല, നീ അന്വേഷിക്കുന്ന വിഷ്ണു ഉണ്ടല്ലോ, വൈകുണ്ഠത്തിലൊന്നുമില്ല, എന്റെ മകന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹിരണ്യകശിപുവിന് കോപം മൂത്തത്. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം. അസുരന്മാരിൽ പ്രഹ്ലാദൻ സാക്ഷാത് ഭഗവത് സ്വരൂപിയാണ്. കാരണം എല്ലായിടത്തും ഭഗവാനെ കാണുന്നവൻ ഭഗവാൻ തന്നെയാണ്. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലഹ. എല്ലാരെയും കലനം ചെയ്യുക, പിടിക്കുക, എല്ലാരെയും സംഹരിപ്പിക്കുക, അങ്ങനെയുള്ള കാലം, മാറ്റിക്കൊണ്ടേയിരിക്കുന്ന കാലം ഉണ്ടല്ലോ, ആ കാലം ഞാനാണ്. ടൈം. ഇതൊക്കെ വിസ്തരിച്ച് പറയേണ്ടതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ 7 ദിവസവും പോരാ നമുക്ക്. കാലഃ കലയതാമഹം. കാലം എന്ത് ചെയ്യും? ഇറ്റ് കോൺസ്റ്റന്റ്ലി മേക്സ് യു ചേഞ്ച്. കാലം, സ്വഭാവം, കർമ്മം. കാലത്തിനുള്ളിലാണ് കർമ്മം ചെയ്യണത്. കർമ്മം കൊണ്ട് സ്വഭാവം ഉണ്ടാവും, സ്വഭാവം കൊണ്ട് കർമ്മം ചെയ്യും, കാലത്തിനുള്ളിൽ കർമ്മം നടക്കും. ഇത് മൂന്നും കണക്റ്റഡ് ആണ്. കാലം, കർമ്മം, സ്വഭാവം, ഇതൊക്കെ മായയാണ്. കാലഃ കലയതാം അഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം. മൃഗങ്ങളിൽ ഞാൻ സിംഹമാണ്. വൈനതേയശ്ച പക്ഷിണാം. പക്ഷികളിൽ ഞാൻ ഗരുഡനാണ്. പവനഃ പവതാമസ്മി രാമശസ്ത്രഭൃതാമഹം ജഷാണാം മകരശ്ചാസ്മി സ്രോതസാമസ്മി ജാഹ്നവീ. വീശുന്നതിൽ ഞാൻ കാറ്റാണ്. ലോകത്തെ ശുദ്ധീകരിച്ച് സദാ സഞ്ചരിക്കുന്നതിൽ ഞാൻ കാറ്റാകുന്നു. ശസ്ത്രഭൃതം. ആയുധം ധരിച്ചവൾ ഞാൻ രാമനാണെന്നാണ്. രാമായണത്തില് കോദണ്ഡം കയ്യിലെടുത്തപ്പോ കാനനം മുഴുവൻ പ്രകമ്പനം കൊണ്ടു. ശസ്ത്രം കയ്യിലെടുത്തപ്പോ രാമൻ എപ്പോഴെങ്കിലുമൊക്കെ ശസ്ത്രം എടുക്കുള്ളൂ. ശസ്ത്രം കയ്യിലെടുത്തപ്പോ ആ യുദ്ധത്തിനെ കുറിച്ച്, രാമരാവണ യുദ്ധത്തിനെ കുറിച്ച് പറയണു. ഗഗനം ഗഗനാകാരം സാഗര സാഗരോപമ രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ. ശസ്ത്രഭൃതാം രാമ. കയ്യിൽ ധനുസ്സെടുത്തതും രാമനാണ് ഞാൻ. ആ രാമനാണ് ശസ്ത്രഭൃത്തിൽ ഞാൻ. രാമശസ്ത്രഭൃതാം അഹം. മാത്രമല്ല, ആയുധം കയ്യിലെടുക്കുന്നതിന്റെ പ്രയോജനം എന്താ? ധർമ്മസംരക്ഷണാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. ദുഷ്ടന്മാരെ നശിപ്പിക്കാനാണ് ആയുധം. അത് ആരുടെ കയ്യിലുണ്ടോ അവൻ ഞാനാണ്. ജഷാണം. മത്സ്യങ്ങളിൽ മകരമത്സ്യമാണ്. ഒഴുകുന്ന നദികളിൽ ഞാൻ ഗംഗയാണ് എന്ന് പറഞ്ഞു. സർഗാണാമാദിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാവിദ്യാനാം വാദഃ പ്രവദതാം അഹം. സർഗങ്ങളിൽ ആദി അന്തം സൃഷ്ടി.
സൃഷ്ടിയുടെ ആരംഭവും ഞാനാണ്, അവസാനവും ഞാനാണ്, മധ്യവും ഞാനാണ്. കാലം മുഴുവൻ എന്റെ സ്വരൂപമാണ്. വിദ്യകളിൽ അധ്യാത്മവിദ്യ ഞാനാണ്, ഈ ബ്രഹ്മവിദ്യ. ബ്രഹ്മവിദ്യ സർവവിദ്യാ പ്രതിഷ്ഠ. ഈ ബ്രഹ്മവിദ്യ ഞാനാണ്. വാദങ്ങളിൽ പ്രവദതാം, പറയുന്നതിൽ വാദം, വിദണ്ഡാവാദമല്ല, അർത്ഥനിരൂപണം ചെയ്യാനാണ്. ശങ്കരാചാര്യസ്വാമികൾ ഭാരതത്തിൽ സഞ്ചരിച്ച് പല ആളുകളോടും വാദിച്ചു. വാദിക്കാന്ന് വെച്ചാൽ ശണ്ട കൂടുക എന്നല്ല അർത്ഥം. വേദാർത്ഥത്തിനെ നിശ്ചയിക്കാനായിട്ട്, നിരൂപണം ചെയ്യാനായിട്ട്, വേദം എന്താണ് പറയണത്, ഉപനിഷത്ത് എന്താണ് പറയണത് എന്ന് നിരൂപിക്കാനായിട്ടുള്ളതാണ് വാദം. മണ്ഡനമിശ്വരന്റെ വീട്ടിൽ പോയിട്ട് വാദഭിക്ഷയാണ് ചോദിക്കുന്നത്. എനിക്ക് വാദഭിക്ഷ തരൂ. കർമ്മകാണ്ഡമാണോ ജ്ഞാനകാണ്ഡമാണോ തീരുമാനിക്കണം എന്നാണ്, നിരൂപണം ചെയ്യാം. വാദപ്രവദതാം അഹം. അടുത്തത് അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വസാമാസികസ്യ ച അഹമേവാക്ഷയഃ കാലഃ ധാതാഹം വിശ്വതോ മുഖഃ. അക്ഷരങ്ങളിൽ അകാരം. സാധാരണ ഈ അനാഥൻ എന്ന് പറയുമ്പോൾ അകാരവാച്യ നാരായണ നാഥ യേഷാം. അനാഥ, അനാഥൻ ആരുമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നാരായണൻ എന്നർത്ഥം. നാരായണൻ ആരുടെ കൂടെ ഉണ്ടോ അവൻ അനാഥൻ. എന്നുവെച്ചാൽ ലോകത്തിൽ വേറെ ആരുമില്ല, പക്ഷെ ഭഗവാനുണ്ട്. എന്നുള്ള അക്ഷരം നാരായണനാണ്. പ്രണവത്തിൽ അത് ആദ്യാക്ഷരം അ, മധ്യാക്ഷരം ഉ, അവസാനത്തെ അക്ഷരം മ. സംഹാരം ശിവൻ മ. ഉ മ ഉമ ആ ഉ മ പ്രണവം. തിരിച്ചു വായിച്ചാൽ ഉമാ. ഉമാ എന്നാണ് സൃഷ്ടിശക്തി, മായ. അകാര അക്ഷരാണാം അകാരോസ്മി. ദ്വന്ദ്വ സമാസങ്ങളിൽ ദ്വന്ദ്വ സമാസമാണ്. അഹമേവാക്ഷയ കാലഃ, കാലം ഞാനാണ്. ധാതാഹം വിശ്വതോ മുഖഃ, 4 ഭാഗത്ത് മുഖമുള്ള വിശ്വത ചക്ഷുരുത വിശ്വതോ മുഖോ. അങ്ങനെയുള്ള ബ്രഹ്മാവ് ഞാനാണ്. അടുത്ത ശ്ലോകം മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തിശ്രീർവാക്ശനാരീണാം സ്മൃതിർമേധാധതിക്ഷമാം. ഓരോന്നായി പിന്നെ എടുത്ത് പറയാം. ഇപ്പൊ നമ്മളിങ്ങനെ ഇത് എടുത്തു നോക്കുമ്പോൾ നമുക്ക് അറിയാം 7 ദിവസവും പോരാതിന്. നമുക്ക് ഇപ്പൊ തന്നെ 5 സെഷൻ കിട്ടിയില്ലേ അല്ലേ? എന്നിട്ടും നമുക്ക് ഇനി കിട്ടിയാലും 2 സെഷനേ കിട്ടുള്ളൂ സാധാരണ കണക്കില്. അതും പോരാ. മൃത്യുഹു സർവഹരഹ, എല്ലാത്തിനെയും ഹരിക്കുന്ന മൃത്യു ഞാനാണ്. മൃത്യു ഇല്ലെങ്കിൽ ലോകം എന്ത് ഗതിയിലാവും? ജ്ഞാനവും ഒരു തരത്തിലും മൃത്യുവാണ്. അഹങ്കാരത്തിനെ ഇല്ലാതാക്കുന്ന മൃത്യുവാണിത്. മൃത്യു സർവഹരശാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം. ജനിക്കാൻ തുടങ്ങുന്നവയുടെ ഉദ്ഭവം ഞാനാണ്. കീർത്തി ശ്രീഹി വാക്ഷന, സ്ത്രീകളിൽ കീർത്തി ശ്രീ വാക്ക് സ്മൃതി മേധാ ധൃതി ക്ഷമ ഇതൊക്കെ ഞാനാണ്. അടുത്തത് ബൃഹത് സാമ തഥാ സാംനാം ഗായത്രീ ഛന്ദസാമഹം മാർഗാണാം മാർഗശീർഷോഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. സാംനാം, സാമവേദത്തിലെ ഗാനങ്ങളിൽ ബൃഹത് സാമം എന്ന് പറയുന്നത് ഞാനാണ്. ബൃഹത് സാമം, സാമത്തിലെ പല വിശേഷങ്ങളുണ്ട്. അതിൽ ബൃഹത് സാമം എന്ന് പറയുന്നത് ഞാനാണ്. ഛന്ദസ്സുകൾ ഗായത്രി ഉഷ്ണിക് അനുഷ്ടു ബൃഹത് ഈ പങ്ക്തി, ഇതിൽ ഈ ഛന്ദസ്സില്
ഗായത്രി ഛന്ദസ്സാണത്രേ അവസാനമായി ആ സോമത്തിനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഗായത്രി ഛന്ദസ് ഞാനാണ്. ഛന്ദസാം ഗായത്രി. മാസങ്ങളിൽ മാർഗശീർഷം, ധനുമാസം, അത് ഞാനാണ്. മാസാനാം മാർഗശീർഷോഹം, ഏറ്റവും പ്രസന്നമായ മാസം. ദേവന്മാരുടെയൊക്കെ ബ്രാഹ്മമുഹൂർത്താണ്. കാലം അത്ര പ്രസന്നമാണ്. ഋതുക്കളിൽ ഞാൻ കുസുമാകരഹ, വസന്ത ഋതു, പുഷ്പങ്ങളൊക്കെ പൂത്തു നിൽക്കുന്ന വസന്തകാലം ഞാനാണ്. അടുത്ത ശ്ലോകം. ദ്യൂതം ഛലയതാമസ്മി തേജസ്തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. പരസ്പരം കളിപ്പിക്കാൻ ശ്രമിക്കുന്നവരിൽ ദ്യൂതം, ചൂതുകളി ഞാനാകുന്നു. ചൂതുകളിയും ഞാനാണ്. എന്നുവെച്ചാൽ ആ ചൂതുകളി വെച്ചിട്ടാണ് അർജുന നിങ്ങൾക്കൊക്കെ നഷ്ടാക്കിയത്. ഓർത്തുള്ള ഞാൻ തന്നെ അവിടെ ഉണ്ടായിരുന്നതെന്നാണ് ചൂതുകളിയുടെ രൂപത്തിൽ. ദ്യൂതം ഛലയതാമസ്മി, നിങ്ങളുടെ പ്രാരബ്ധത്തിന് ഒരു ടേണിംഗ് പോയിന്റ് എന്നത് ആ ചൂതുകളിയാണ്, അത് ഞാനാണ്. തേജസ് തേജസ്വിനാം, തേജസ്വികളിൽ തേജസ് ഞാനാണ്. ജയം ഞാനാണ്. ജയിക്കാൻ വേണ്ടി ഒരാളുടെ ഉദ്യമം, വ്യവസായ ബുദ്ധി, അത് ഞാനാണ്. സാത്വികന്മാരുടെ സത്വഗുണം ഞാനാണ്. പൗരുഷമുള്ളവരിലുള്ള പൗരുഷം ഞാനാണ്. അടുത്തത് വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയഃ മുനീനാമപ്യഹം വ്യാസഃ കവീനാം ഉശനാ കവിഃ. ഇങ്ങനെ പലതും പറയുമ്പോൾ വൃഷ്ണികളിൽ ഞാൻ ഈ രൂപത്തിലാണ്, വാസുദേവൻ, കൃഷ്ണൻ. വൃഷ്ണീനാമഹം വാസുദേവ, പാണ്ഡവനിൽ നീയാണ് അർജുന ഞാൻ. അതുകൊണ്ടാണ് നിനക്ക് ഭഗവത്ഗീത പറഞ്ഞു തരുന്നത്. പാണ്ഡവാനാം ധനഞ്ജയ, പാണ്ഡവനിൽ ഹേ അർജുന നീ ഞാനാണ്. പാണ്ഡവാനാം ധനഞ്ജയ. മുനീനാം, മുനികളിൽ ഞാൻ വ്യാസനാണ്. മുനീനാമപ്യഹം വ്യാസ, അദ്ദേഹമാണ് ഈ ഏടാകുടത്തിന് മുഴുവൻ ഒരു മൂലകാരണം മഹാഭാരതത്തിന്, അല്ലേ? ഒരു വിധത്തിൽ പറഞ്ഞാൽ വ്യാസന്റെ രൂപത്തിൽ ഇരുന്ന് ഈ ധൃതരാഷ്ട്രരും പാണ്ഡുവും വിതുരനും ഒക്കെ ഉണ്ടായത് മുതൽ ഒക്കെ വ്യാസന്റെ തന്നെ കഥയാണ് ഭാരതം ഒരു വിധത്തിൽ പറഞ്ഞാൽ. മുനീനാമപ്യഹം വ്യാസ. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറയും. ജഗത്ത് മുഴുവൻ വ്യാസന്റെ ഉച്ഛിഷ്ടമാണത്രേ. വ്യാസനായിട്ട് ഇരുന്നത് ഞാൻ തന്നെയാണ് ഹേ അർജുന. മന്ത്രദഷ്ട്രാക്കളിൽ ശുക്രാചാര്യർ ഞാനാണ്. അസുരന്മാരുടെ ഇടയിൽ ഇരുന്ന് ഓരോ ടെക്നിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണതൊക്കെ ഞാനാണ് അർജുന എന്നാണ്. അവരെടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലെയിൻ എടുത്തിട്ട് പോയിട്ട് ട്രേഡ് സെന്റർ പോയി ഇടിക്കൂ എന്നൊക്കെ പറയുന്നത് ഞാനാണ്. രംഗനാഥാൻ സ്വാമി ഒരിക്കലും പറഞ്ഞതിനോട് അവിടെയൊക്കെ ആ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയാൽ അസുർ അബ്ദുള്ള, അസുർ അലി ഖാൻ, അസുർ അമീർ ഖാൻ, ഒരുപാട് കാണുമത്ര പേരെങ്ങനെ. ഉഷനാ കവി, മന്ത്രദൃഷ്ടാവായിട്ട് അവർക്കും ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കണതൊക്കെ ഇവിടെ അങ്ങോട്ട് കൊളുത്തിവിടുക, അവിടെ അങ്ങോട്ട് കൊളുത്തിവിടുക, അതൊക്കെ എന്റെ പണിയാണ്. കവീനാം ഉഷനാ കവി. ദണ്ഡോ ദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി കുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ജീവികളെ നിലനിർത്താനുള്ള ദണ്ഡം, തല്ലുന്നവകളിൽ കോലാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം. ദണ്ഡോ ദമയതാമസ്മി. മനുഷ്യരെ നിലയ്ക്ക് നിർത്താനുള്ള ധർമ്മശാസ്ത്രം അത് ഞാനാണ്. നിയമനം ചെയ്യുന്ന നിയമവ്യവസ്ഥ ഞാനാണ്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ പ്രകൃതിയിൽ അനേക ദണ്ഡങ്ങൾ നമ്മൾ കാണും. അത് നമ്മൾ വിസ്തരിച്ചു നോക്കുമ്പോൾ പറയാം ദണ്ഡം എന്തൊക്കെ വിധത്തിലുണ്ട് പ്രകൃതിയിലെന്ന്. അതൊക്കെ ഭഗവാന്റെ ശക്തികളാണ്, ശക്തിവിശേഷങ്ങളാണ്. ദണ്ഡോ ദമയതാമസ്മി
നീതിരശ്മി ജിഗീഷതാം. ജയിക്കാൻ നോക്കുന്നവര് നീതിയെ എവിടെ പിടിച്ചിരിക്കണോ അവിടെ ജയിക്കാൻ പറ്റുള്ളൂ. യതോ ധർമ്മഃ തതോ ജയഃ. വിദുര നീതി. വിദുരനെ വിളിച്ച് ധൃതരാഷ്ട്ര ചോദിക്കുന്നു, നീതി പറയൂ എന്നാണ്. ജയിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ ഞാൻ നീതിയാണ്. രഹസ്യമായിട്ടുള്ളവരുടെ മൗനം ഞാനാണ്. മൗനം ചൈവാസ്മി ഗുഹ്യാനാം. വളരെ ആഴമുള്ളവരുടെ മൗനമുണ്ടല്ലോ, ആ മൗനം എന്റെ സ്വരൂപമാണ്. മൗനം ചൈവാസ്മി ഗുഹ്യാനാം. ഗുഹ്യന്മാര് യോഗികളാണ്, അവരുടെ മൗനം ഞാനാണ്. രഹസ്യങ്ങളിൽ മൗനം ഞാനാണ്. ഗുഹ്യം എന്ന് പറഞ്ഞാൽ ഗുഹ്യൻ എന്നൊരാള്, വ്യക്തികള്, യോഗികള്, ജ്ഞാനികള്, ജ്ഞാനികളുടെ എന്ന് അർത്ഥം എടുക്കാം. ഗുഹ്യം, ഗുഹ്യ, ജ്ഞാനി, അവന്റെ മൗനം ഞാനാണ്. പിന്നെയോ രഹസ്യമായിട്ടുള്ളതുകളിൽ മൗനം ഞാനാണ്. രഹസ്യം പുറത്തുവിടാതിരിക്കാൻ മുഖ്യമായിട്ട് വേണ്ടത് എന്താ? മൗനം. ഗുഹ്യാനാം മൗനം. പിന്നെ മൗനം വളരെ ഗുഹ്യമായ വിഷയമാണ്. അതിന്റെ ബലം അറിയണമെങ്കിൽ ജ്ഞാനികളും ജ്ഞാനികളുടെ മൗനം വളരെ പ്രബലമാണ്. ചില വൈഷയികന്മാരുടെ മൗനം വളരെ പ്രബലമാണ്. ചിലരുടെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ മൗനം തന്നെ നമ്മളെ ഡിപ്രസ് ചെയ്യും. മൗനം ചെയ്യുവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ജ്ഞാനികളുടെ ജ്ഞാനം ഉണ്ടല്ലോ അർജുന, അത് ഞാനാണ്. ജ്ഞാനികളുടെ ഉള്ളിലുള്ള ജ്ഞാനം ഞാനാണ്. അടുത്ത ശ്ലോകം. യച്ഛാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യത് സ്യാത് മയാ ഭൂതം ചരാചരം. ഹേ അർജുന, സർവഭൂതാനാം ബീജം അഹം. എല്ലാ പ്രാണികളുടെയും മൂല ബീജം, വിത്ത് ഞാനാണ്. ആ സ്പീഷിയൊക്കെ നശിച്ചു പോകും, ബീജമൊന്നും നശിച്ചു പോവില്ല. എന്താ പഴയ കാലത്ത് ഡിനോസറസ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ബീജമൊക്കെ അവിടെ കിടക്കും. എപ്പോഴാ വരിക എന്ന് പറയാൻ വയ്യ. ഏതെങ്കിലും യുഗത്തിൽ, ഏതെങ്കിലും കാലത്തിൽ, ഏതെങ്കിലും സ്ഥലത്ത് ആ ബീജം വീണ്ടും വരും. ബീജത്തിന് നാശം ഉണ്ടാവില്ല. ആ സ്പീഷി നശിക്കുകയില്ല. പുറമേക്കാണ് നശിച്ചു പോയി എന്നൊക്കെ പറയണത്. ഇതൊരു മാധ്വ സിദ്ധാന്തത്തിലൊരു മുഖ്യ സിദ്ധാന്തമാണ്. അവർ ഇത്ര കോടി സ്പീഷി, ഇത്ര ലക്ഷം അതുണ്ട്, അത് ഒരു കാലത്ത് നശിക്കില്ല എന്നാണ്. ആ ബീജം അതേപടി ഉണ്ടാവും. അതിന്റെ മാനിഫെസ്റ്റഡ് ഫോമേ നശിക്കാൻ പറ്റുള്ളൂ. അതിന്റെ അതാണ് അവർ പറയണത്. ജീവൻ, വ്യക്തിത്വം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഒരു ഡയമെൻഷനിൽ അത് സത്യമാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് വ്യക്തിത്വം ഇല്ല എന്ന അദ്വൈതികൾ പറയണതോ അതും സത്യമാണ്. അപ്പൊ വ്യക്തിത്വം ഉണ്ട് എന്നുള്ളതും വ്യക്തിത്വം ഇല്ല എന്ന് പറയുന്നതും എങ്ങനെ ശരിയാവും? വ്യക്തിത്വ രൂപത്തിലൊക്കെ ഇരിക്കുന്നത് ഏകമേവ, അത്രേ ഞങ്ങൾ പറയണുള്ളൂ. നിങ്ങൾക്ക് എത്ര വ്യക്തിത്വം വേണമെങ്കിൽ ഉണ്ടാവാം, എത്ര സ്പീഷി വേണമെങ്കിൽ ഉണ്ടാവാം, 84 ലക്ഷം ഉണ്ടാവാം. ജീവൻ ജീവനായിട്ടിരിക്കാം, ഈശ്വരൻ ഈശ്വരനായിട്ടിരിക്കാം. ജീവനും ജീവനും വ്യത്യാസം ഉണ്ടാവാം, ജഡത്തിനും ജഡത്തിനും വ്യത്യാസം ഉണ്ടാവാം. എല്ലാ വ്യത്യാസത്തോടുകൂടിയും എല്ലാ രൂപത്തോടുകൂടിയും ഏകം സത്. ദ്വൈതം തദ്ഭേദ ഉച്യത്തെ അദ്വൈതം പരമാർത്ഥോ ഹൈ. അപ്പൊ ആ ബീജത്തിന് നാശമേ ഇല്ല. ബീജം അവിടെ സൂക്ഷ്മ രൂപത്തിൽ അവിടെ കിടക്കണു. ബീജത്തിന് ഒരിക്കലും നാശമില്ലാതെ ആ ബീജം അവിടെ സൂക്ഷ്മ രൂപത്തിൽ അവിടെ കിടക്കും. ആ ബീജം ഞാനാണ്. ന തദസ്തി വിനായത് സ്യാത് മയാഭൂതം ചരാചരം. എന്നെ കൂടാതെ വേറെ ഒന്നുമില്ല അർജുന. മയാഭൂതം ചരാചരം. ഈ ചരവും അചരവും ഒക്കെ എന്നെ കൊണ്ട് വ്യാപിച്ചിരിക്കണം. ഞാൻ എല്ലാത്തിലും തത്സൃഷ്ടുവാം തദേവാനുപ്രാവിശത് സത്യച്ഛാഭവത് നിരുക്തഞ്ചാനിരുക്തഞ്ച നിലയനഞ്ചാനിലയനഞ്ച വിജ്ഞാനഞ്ചാവിജ്ഞാനഞ്ച സത്യഞ്ചാനൃതഞ്ച. ശ്രുതി പറഞ്ഞു ഞാൻ സൃഷ്ടിച്ചു പ്രവേശിച്ച് എല്ലാമായിട്ട് തീർന്നു എന്നാണ്. നല്ലതും ചീത്തയും പുണ്യവും പാപവും ധർമ്മവും അധർമ്മവും നിരുക്തവും അനിരുക്തവും ഒക്കെ ആയിട്ട് നിൽക്കണം. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപാം ഏഷതൂദ്ദേശതഃ പ്രോക്തഃ വിഭൂതേർവിസ്തരോ മയാ. എന്റെ വിഭൂതിക്ക് അന്തമില്ല അർജുന.
ന അന്തഃ അസ്തി. ഒരു ഉദ്ദേശത്തില് ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ. വിഭൂതേഹേ വിസ്തരഃ, വിഭൂതിയുടെ വിസ്താരം ഇനിയാണ് വേണ്ടത്. ഒരു ഉദ്ദേശത്തിൽ ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ, ഇതിന് അന്തമൊന്നുമില്ല അർജുന പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, എവിടെയൊക്കെ ശ്രേഷ്ഠമായിട്ട് എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ അതൊക്കെ തന്നെ എന്റെ വൈഭവമാണ് എന്ന് അറിഞ്ഞുകൊള്ളുക അർജുന. യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാം തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. എവിടെ എന്തെങ്കിലുമൊക്കെ വിഭൂതി വിശേഷമായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ, ഐശ്വര്യം കാണപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അറിഞ്ഞുകൊള്ളുക അർജുന, എന്റെ തേജസ് നിന്നുണ്ടായിട്ടുള്ളതാണത്, എന്റെ സാന്നിധ്യം കൊണ്ടാണത്. ഇത്രയൊക്കെ പറഞ്ഞു. ഇനി എന്തിനാ അപ്പൊ കൂടുതൽ പറയണത്? അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം കൃത്സ്നം ഏകാംശേന സ്ഥിതോ ജഗത്. ഇത്രയൊക്കെ എന്തിനാ അറിയണത്? ഒരു അംശം, ഒരൽപ്പം കൊണ്ട് ഞാൻ ഈ വിശ്വത്തിനെ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു ഹേ അർജുന. ഇതം കൃഷ്ണം വിഷ്ടഭ്യ അഹം ഏകാംശേന സ്ഥിത. ഒരംശം കൊണ്ട് ഈ വിശ്വം മുഴുവനായിട്ട് നിൽക്കണു, ബാക്കിയുള്ളത് നീ കണക്കാക്കിക്കൊള്ളാന്ന്. ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഭൂമി എന്നൊക്കെ പറയുന്നത് ചെറിയ അല്പം ഇല്ലേ? അന്വേഷിച്ചു നോക്കിയാൽ വിശ്വത്തില്, പ്രപഞ്ചത്തില് ഇതിനൊരു അന്തമേ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കണു. അതുപോലെ തന്നെ ഭഗവാന്റെ വിഭൂതിക്കും അന്തമില്ല. ഇവിടെ നമ്മൾ ഈ ഭഗവത്ഗീത ഇവിടെ സമർപ്പണം ചെയ്യാണ്. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.